അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരീ സഹോദരന്മാരെ, സർവശക്തനായ സർവലോക നിയന്താവായ ഒട്ടനവധി സുഖങ്ങളെയും സന്തോഷങ്ങളെയും ആഹ്ലാദങ്ങളെയും നമുക്ക് നൽകി സന്തോഷത്തോടുകൂടെയുള്ള ഒരു ജീവിതം ഈ ഭൂമിയിലും സന്തോഷം മാത്രമുള്ളൊരു ജീവിതം നാളെ പരലോകത്തും നമുക്കൊരുക്കി തന്ന സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ടും ജീവിക്കണേ എന്ന് ഈ ഉത്ബോധനത്തിൻ്റെ ആമുഖമെന്നോണം എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അത്യധികമായ സന്തോഷത്തോടുകൂടെയും ആഹ്ലാദത്തോടും കൂടെയാണ് നമ്മൾ ഈ ഷാലിമാറിൻ്റെ ഈ ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മുടെ വിശുദ്ധ ഖുർആനിനെയും പ്രവാചക ചര്യകളെയും മഹാന്മാരായ സ്വഹാബത്ത് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത കളങ്കമില്ലാത്ത, കലർപ്പില്ലാത്ത ആ സുന്ദരമായ ആദർശ വിശ്വാസങ്ങളെ ഉൾക്കൊള്ളുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്നാഗ്രഹിക്കുന്ന, ദീനിനെ സ്നേഹിക്കുന്ന ഈ താഴക്കോടുള്ള തൗഹീദിൻ്റെ പ്രബോധന പ്രവർത്തകന്മാരും അനുഭാവികളും ദീനിനെ സ്നേഹിക്കുന്ന ആളുകളും സന്തോഷത്തോടുകൂടെ ദീനിനു വേണ്ടി ഒരുമിച്ച് കൂടിയ ഒരു മഹാസദസ്സിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. അതാണ് സന്തോഷകരമായ ഒരു സന്ദർഭം എന്ന് ഞാൻ പറയാനുള്ള കാരണം. സഹോദരങ്ങളെ, നമ്മളിവിടെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഇണകൾ, നമ്മുടെ മക്കൾ, അയൽവാസികൾ, അവരോടൊപ്പം ഒന്നിച്ചാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ചർച്ച ചെയ്യുന്നതാവട്ടെ നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ ഓരോ വിഷയങ്ങളും നമ്മൾ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒന്നിച്ചിരുന്നു കേൾക്കുകയും അതൊന്നിച്ച് ഉൾക്കൊള്ളുകയും ഇന്ന് ഒന്നിച്ചിവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞ് നാം നമ്മുടെ വീട്ടിലെത്തുമ്പോൾ, നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഇവിടെ പറഞ്ഞ വാക്കുകളും ഇവിടെ ഉത്ബോധിപ്പിക്കപ്പെട്ട കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു എളിയ ശ്രമം കൂടെ നമ്മൾ നടത്തണം എന്ന് ആമുഖമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. സഹോദരങ്ങളെ,
നമുക്ക് സന്തോഷവും ആഹ്ലാദവും ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു മറുപടിയാണ് തുടക്കത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു സഹോദരി മക്കളുടെ എല്ലാം വിവാഹം കഴിഞ്ഞു പോയതിനു ശേഷം ഭർത്താവും അവരും വീട്ടിൽ ഒറ്റയ്ക്കായി. പ്രത്യേകിച്ച് തൊഴിലും ജോലികളൊന്നും ഇല്ലാതെ കുറേ സമയം വീട്ടിലിരിക്കുന്നത് കൊണ്ട് തന്നെ ഇരുന്ന് ആലോചിച്ച് ചെറിയ മാനസിക രോഗങ്ങൾ അവർക്ക് തുടങ്ങാൻ കാരണമായി തീർന്നു. അത് ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ. അപ്പോൾ മക്കളിഞ്ഞ് എന്നാ വരിക, എനിക്ക് അസുഖം ഉണ്ടായ എന്നെ ആരാ നോക്കുക, ഇങ്ങനെയുള്ള ഓരോരോ ചിന്തകളിൽ നിന്ന് അവസാനം എന്തിനു പറയണം, ഗുളിക കഴിക്കലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാൻ മാത്രമുള്ള മാനസിക അസ്വസ്ഥതകൾ ആ സഹോദരിക്ക് വന്നുപെട്ടു. അപ്പോൾ ഞാൻ അവർക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ ഒന്ന് താത്ത എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണം, വെറുതെ ഇങ്ങനെ നിൽക്കരുതെങ്കിൽ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ആരോഗ്യവും കഴിവുള്ള ആളുകളാണ് നമ്മൾ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഉമ്മക്ക് 5ഉം 8ഉം മക്കളുണ്ട്, അവർക്കൊക്കെ ഒക്കെപ്പാടെ കൂട്ടിയ 10ഉം 50ഉം പേരക്കുട്ടികളുണ്ട്. നിങ്ങളെപ്പോലെയുള്ള ഒരു സ്ത്രീ തന്നെയാണ് നിങ്ങളുടെ ഉമ്മ. ആ പേരക്കുട്ടികളെയും മക്കളെയും എല്ലാം നല്ലവണ്ണം നോക്കി വളർത്താനും വീടും മുറ്റത്തും ഓടി നടക്കാനും അവിടെ മുഴുവൻ കാര്യങ്ങൾ ചെയ്യാനും അവിടെയൊക്കെ പ്രസവത്തിനും മറ്റു കാര്യങ്ങൾക്കും ഹോസ്പിറ്റലിൽ എത്താനും അങ്ങനെ ഒരു ഒഴിവും മക്കളെയും പേരക്കുട്ടികളുടെയും കാര്യത്തിൽ ഉമ്മാക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ അത്രയും ആരോഗ്യമുള്ള നമ്മൾ ഒരു പ്രവൃത്തിയും ചെയ്യാതെ വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്നാൽ നമുക്ക് എന്തെങ്കിലും അസുഖം വരൂലേ? നല്ലോണം പ്രവർത്തിക്കാനും ചെയ്യാനും കഴിയുന്ന ആളുകൾ ഒന്നും ചെയ്യാതെ നിഷ്ക്രിയമായി വീട്ടിലിരുന്ന മാനസിക രോഗം വരും. അത്രയും കഴിവും ശക്തിയുമുള്ള ആളുകൾ വെറുതെ ഇങ്ങനെ ഒരു കസേരയിട്ടിരുന്നാൽ ആലോചിച്ചാൽ മാനസികം വരുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങളൊന്നും വേണ്ട, നിങ്ങളെ മുറ്റത്ത് എന്തെങ്കിലും ഒരു 4 പ്ലാസ്റ്റിക്കിന്റെ കീസ വാങ്ങിയിട്ട് പയറിന്റെ കൈപ്പക്കന്റെ കുറച്ച് വിത്ത് വാങ്ങിയിട്ട് അതൊന്ന് നനച്ചു കൊടുത്തിട്ട് അതിലൊന്ന് നടുക. നടൽ അത്ര വലിയൊരു അധ്വാനം എന്നല്ല, മണ്ണ് തറക്കലും കാര്യങ്ങളും. പക്ഷേ അതിങ്ങനെ മുളച്ചു വന്നിട്ട് അതിനിങ്ങനെ ചെറിയ പയറും കൈപ്പക്കയും ഒക്കെ ഉണ്ടാകുമ്പോഴേ അതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷം വരാണ്ട് മനസ്സിൽ. അങ്ങനെ കുറച്ചൊരു സന്തോഷം ഇങ്ങനെ ജീവിതത്തിൽ അനുഭവിച്ചാലേ ഈ വിഷമങ്ങളൊക്കെ മാറിപ്പോകുന്നതാണ്. അതൊരു വെറുതെ അല്ല, ആ നനക്കുന്ന വെള്ളം ഒന്നും വെറുതെ ആവൂല, അതിനുള്ള സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ. ഇനിയിപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ടാണെങ്കിൽ വേസ്റ്റ് ആയിട്ട് പോണ വെള്ളം ബക്കറ്റിൽ എടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അത് നിങ്ങൾക്കൊരു മനസ്സിന് സന്തോഷം ഉണ്ടാവും. സഹോദരങ്ങളെ, സന്തോഷം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്ത് അതിനൊരു ഫലം കാണുമ്പോഴാണ് മനുഷ്യന് സന്തോഷം ഉണ്ടാവുക. അതുകൊണ്ടാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം സ്വർഗമാണ്. സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ വസീഖല്ലദീന തഖൗ ഇലൽ ജന്നത്തി സുമറാ ഹത്താ ഇദാ ജാഊഹാ ഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ വസീഖല്ലദീന തഖൗ. സൂക്ഷ്മത പാലിച്ച ആളുകളതാ കൂട്ടത്തോടുകൂടെ സ്വർഗത്തിലേക്ക് അവരെ ആനയിച്ചു കൊണ്ടുപോകുന്ന സന്ദർഭം. അങ്ങനെ സ്വർഗത്തിന്റെ കവാടങ്ങളിൽ എത്തുമ്പോൾ അതിന്റെ കവാടങ്ങൾ അവർക്ക് താനേ തുറന്നു കൊടുക്കപ്പെടും. എന്നിട്ട് അവരോട് പറയും, സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ. നിങ്ങൾ പരിശുദ്ധരായി കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് സമാധാനാശംസകൾ. ഫദ്ഖുലുഹാ ഖാലിദീൻ. സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക, നിങ്ങൾ അതിൽ ശാശ്വതന്മാരായി സ്ഥിരമായി നിങ്ങൾക്കെന്നും ആ സ്വർഗത്തിൽ താമസിച്ചു കൊള്ളാനാവും എന്ന് അള്ളാഹു പറയുന്നു. ആ സ്വർഗം കിട്ടുമ്പോഴുള്ള സന്തോഷം എന്താ സഹോദരങ്ങളെ? ഒരു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചതിന്റെ ഫലമാണ് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു തരുന്നത്. മനുഷ്യന് ഭയങ്കര സന്തോഷം തന്നെയല്ലേ ഉണ്ടാവുക. അതുകൊണ്ടാണ് ജീവിതത്തിന്റെ റിക്കാർഡും രേഖയും കയ്യിൽ കിട്ടുന്ന സമയത്ത് മനുഷ്യൻ തുള്ളിച്ചാടുകയാണ്. ഏത് നമ്മൾ ചെയ്ത നന്മകൾ മുഴുവനും എഴുതപ്പെട്ട ഗ്രന്ഥം നാളെ സ്വർഗം കിട്ടത്തക്ക മാറ് നമ്മുടെ കയ്യിൽ ആ ഗ്രന്ഥം തരുമ്പോൾ മനുഷ്യൻ പറയുന്ന വാക്ക് ഖുർആൻ പറയുന്നിട്ടില്ല നിങ്ങൾ? ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാ ഉംഖറഊ കിതാബിയാ. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി, വലത്തെ കയ്യിൽ അവന്റെ ഗ്രന്ഥം കൊടുക്കുമ്പോൾ യഖൂൽ, അവൻ പറയും, ഹാ ഉംഖറഊ കിതാബിയാ, എന്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കൂ. സന്തോഷം കൊണ്ടവൻ മറ്റുള്ളവരോട് പറയുന്നു, ഇന്നി ലനന്തു അന്നീ മുലാഖിൻ ഹിസാബിയ. ഇങ്ങനെ ഒരു വിചാരണയും ഒരു റിക്കാർഡും തരുന്നതിനെ കുറിച്ച്
ഞാൻ ഉറപ്പിച്ചു വിശ്വസിച്ചിരുന്നു. ഇപ്പൊ എന്താ സന്തോഷം? സഹോദരങ്ങളെ, അധ്വാനിച്ചതിന്റെ ഫലം കാണുകയാണ് സ്വർഗത്തിലും പരലോകത്തിലും. അതന്നെ സന്തോഷം. നമുക്ക് നമ്മുടെ ചുറ്റുപാട് നൽകുന്ന സന്തോഷം എന്താണ്? നമ്മുടെ മക്കൾ നമ്മുടെ സന്തോഷമാണ്. എന്ത്? നമ്മുടെ അധ്വാനത്തിന്റെ ഫലങ്ങളാണത്. ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്നത് മുതൽ ഒരു കുഞ്ഞ് വളർന്ന് കല്യാണവും വിവാഹവും യുവത്വവും എല്ലാം പിന്നിടുന്നത് വരെ രാവും പകലും കണ്ണു തെറ്റാതെ ആ കുട്ടിന്റെ പിന്നാലെ തന്നെ നടക്കുകയാണ് വാപ്പിയും. മനസ്സിന്റെ പ്രയാസങ്ങൾ മുഴുവനും ആ മക്കളെ ഓർത്താണ്. അധ്വാനത്തിന്റെ ബഹുഭൂരിപക്ഷവും ചെലവഴിച്ചത് ആ മക്കൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ മക്കൾ ഒരു സന്തോഷമാണ്. ജീവിതത്തിന്റെ അധ്വാന ഫലങ്ങളെല്ലാം സന്തോഷങ്ങളാണ്. നമ്മുടെ വീടൊരു സന്തോഷമാണ്. ഒരാളുടെ ജീവിത വരുമാനത്തിന്റെ ഒരു മഹാഭൂരിപക്ഷം ചെലവാക്കിയാലേ ഒരു വീട് കയറുള്ളൂ. ഒരു 15 ലക്ഷം 20 ലക്ഷം രൂപ അല്ലാതെ ഒരു സാധാരണ വീടുണ്ടാക്കാൻ ആൾക്കാർക്ക് പറ്റൂല. സഹോദരങ്ങളെ, 20 ലക്ഷം രൂപ കിട്ടണമെങ്കിൽ ഒരു ദിവസം 500 രൂപക്ക് അധ്വാനിക്കുന്നവൻ എത്ര കാലം കാത്തിരിക്കണം? ലോണില്ലാതെ പലിശയില്ലാതെ ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പൊ ജീവിതാധ്വാനത്തിന്റെ വലിയൊരു ഭാഗമാണ് എന്ന് പറഞ്ഞാൽ വീട്. അതുകൊണ്ട് ആ വീട് നമുക്ക് സന്തോഷമാണ്. നമ്മുടെ മക്കൾ നമുക്ക് സന്തോഷമാണ്. നമ്മുടെ കൃഷിയിടങ്ങൾ നമുക്ക് സന്തോഷമാണ്. നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ നമ്മുടെ സന്തോഷമാണ്. എല്ലാം നമ്മുടെ അധ്വാനത്തിന്റെ ഫലങ്ങളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സന്തോഷം ജീവിതത്തിൽ ഉണ്ടാക്കണം എന്നാണ്. സന്തുഷ്ടമായ കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ അർത്ഥം ആ സന്തോഷം എവിടെ നിന്ന് കിട്ടുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ സന്തോഷം നമുക്ക് ഉണ്ടാകുവാൻ നമ്മൾ പരിശ്രമിക്കണം. അധ്വാനിച്ചവർക്കും നല്ല വിചാരത്തോടുകൂടെയും ത്യാഗത്തോടുകൂടെയും അതിനുവേണ്ടി പരിശ്രമിച്ചവർക്കും മാത്രം അവകാശപ്പെട്ടതാണ് സന്തോഷവും ആഹ്ലാദവും ഒക്കെ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ചെറിയൊരു പരിശ്രമം നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ചെയ്യാം. അതൊക്കെ നമുക്ക് കൺകുളിർമയോടുകൂടെ അനന്തമായ കാലം അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും നമുക്ക് പറ്റും. പടച്ച തമ്പുരാൻ സന്തോഷങ്ങളെ തരാഞ്ഞിട്ടല്ല സഹോദരങ്ങളെ, പക്ഷെ അതൊന്നും ആസ്വദിക്കുവാനുള്ള ഒരു മനസ്സോ ഒരു വിചാരമോ ഒരു കാഴ്ചപ്പാടോ മനുഷ്യരില്ല എന്നാണ് അർത്ഥം. നോക്കൂ നിങ്ങൾ, അള്ളാഹു എന്തൊക്കെ സംവിധാനങ്ങളും എന്തൊക്കെ സുഖങ്ങളോ നമുക്ക് തന്നത് അല്ലെ? എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളാണ് അള്ളാഹു കൊടുത്തിരിക്കുന്നത്. ഒന്നും വേണ്ടെന്ന് രാത്രി ഒരു ഉറക്കം എന്ന് പറഞ്ഞാൽ എത്ര സന്തോഷം ഉണ്ടായില്ലേ? ഒന്ന് സന്തോഷമായിട്ട് സമാധാനമായിട്ട് സഹോദരങ്ങളെ, മനസ്സിന് ടെൻഷൻ ഒന്നുമില്ലാതെ ഫ്രീ ആയിട്ടൊന്ന് ഉറങ്ങാൻ പറ്റിയാൽ എന്തപ്പാ ഉറക്കത്തിൻ്റെ ഒരു സന്തോഷം. രാവിലെ നീക്കുമ്പോൾ എന്താ ഒരു ആഹ്ലാദം. നിങ്ങളൊന്ന് ആലോചിച്ചു. നിങ്ങൾ പ്രത്യേകിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ നെടുവീർപ്പിടാനോ പ്രയാസപ്പെടാനോ രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാതെ നമ്മളെ മക്കളെയും നമ്മളെ കുട്ടികളെയും കാണുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അതിൻ്റെ സന്തോഷം. അള്ളാഹു തന്നതാണ് ഇണകളായുള്ള ജീവിതം. അള്ളാഹു തന്നതാണ്. സഹോദരങ്ങളെ, ഈ ചൂട് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത്, ചുട്ടുപൊള്ളുന്ന വേവുന്ന, പുറത്തിറങ്ങിയാൽ തലച്ചോറ് തിളക്കുന്ന, തലവേദന പിടിപ്പിക്കുന്ന വെയിലത്ത് ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ ആ വെള്ളത്തിന്റെ രുചി എത്രയാണ് സഹോദരങ്ങളെ. അള്ളാഹു നമുക്ക് എന്തൊക്കെയാണ് തന്നത്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ മക്കൾ, നമ്മുടെ ഉറക്കം, ജീവിതത്തിന് എന്തെല്ലാം സൗകര്യങ്ങളാണ് പടച്ച തമ്പുരാൻ നമുക്ക് ഏർപ്പെടുത്തി തന്നിട്ടുള്ളത്. പക്ഷെ സഹോദരങ്ങളെ, സന്തോഷകരമായ ഒരു ജീവിതത്തെ അനുഭവിക്കാൻ നമുക്ക് പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ, നമ്മുടെ ജീവിതത്തിന് സന്തോഷം കെടുത്തുന്ന കുറേ ചിന്തകളും ആലോചനകളും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു കിടക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള വ്യാകുലതകളാണ്. ആളുകളുടെ സമാധാനം കെടുത്തുന്ന ഏറ്റവും വലിയ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്നത് കുടുംബത്തെക്കുറിച്ചുള്ള വ്യാകുലതകളാണ്. നമ്മുടെ കുടുംബത്തിൽ വരുന്ന എന്ത് പ്രശ്നങ്ങളും നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തി കളയും, നമ്മുടെ ജീവിതത്തെ പ്രയാസകരമാക്കും, നമ്മുടെ സന്തോഷങ്ങളെയും ആഹ്ലാദങ്ങളെയും ഇല്ലാതെയാക്കും. അതേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മനുഷ്യന് മറ്റു മേഖലകളെ പോലെയല്ല, ഒരു കച്ചവടം പരാജയപ്പെടുന്ന പോലെയല്ല കുടുംബം പരാജയപ്പെടുമ്പോൾ. സഹോദരങ്ങളെ, അങ്ങാടിയിൽ 10 ലക്ഷമോ 10 കോടിയോ വിലയുള്ള ഒരു കച്ചവടം പരാജയപ്പെട്ടാൽ, പ്രത്യേകിച്ച് കടമൊന്നും വന്നില്ലെങ്കിൽ അടുത്തൊരു കച്ചവടം തുടങ്ങാമെന്ന് വിചാരിക്കാം. എന്നാൽ 20 കൊല്ലം പഴക്കമുള്ള ഒരു ഭാര്യയും ഭർത്താവും പിരിയുന്ന ഒരു രാത്രി സഹോദരങ്ങളെ ചിന്തിക്കാനാകുമോ? അത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുഃഖമാണ്. കുടുംബങ്ങളിൽ വരുന്ന എന്ത് പ്രതിസന്ധികളും എന്ത് പ്രയാസങ്ങളും നമുക്ക് സഹിക്കാനും താങ്ങാനുമാവാത്ത അത്രയും മാരകമായതാണ്. അതുകൊണ്ട് ആ കുടുംബ പ്രശ്നങ്ങളും കുടുംബപരമായ വ്യാകുലതകളും ദുഃഖങ്ങളും നമ്മളെ ബാധിക്കാതിരിക്കാൻ ആദ്യം നമുക്ക് വേണ്ടത് ചില കാഴ്ചപ്പാടുകളാണ്. അതാണ് ഒന്നാമത് വേണ്ടത്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനൊന്നും വേണ്ടിയല്ല നമ്മളെ പറഞ്ഞയച്ചിട്ടുള്ളത്. ഏതിനു വേണ്ടിയല്ല? ഒരു വീടുണ്ടാക്കി 2, 3, 4, 5 കുട്ടികളൊക്കെ ആയി ഇവരെയൊക്കെ കുറച്ച് കല്യാണം കഴിച്ച് കെട്ടിച്ചു കൊടുത്ത് ജോലിയൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് വാ എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചതല്ല സഹോദരങ്ങളെ പടച്ചോൻ നമ്മളെ. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും അതിന് പറ്റേണ്ടിയിരുന്നു. എല്ലാവർക്കും അതിന് പറ്റണം. എല്ലാവർക്കും അതിന് പറ്റണില്ലല്ലോ. ഞാൻ പറഞ്ഞ കുട്ടികളില്ലാത്ത ആൾക്കാരില്ലേ സഹോദരങ്ങളെ? ഞാൻ ഇപ്രാവശ്യം ഗൾഫിൽ പോയ സമയത്ത് പരിപാടിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു സെക്കൻഡ്, ഒരാൾക്ക് നിങ്ങളോടൊരു കാര്യം പറയാണ്ട്. അപ്പൊ ആരാന്ന് വെച്ചപ്പോൾ എൻ്റെ ഭാര്യയാണെന്ന്. ഇപ്പൊ നിക്കാബൊക്കെ ഇട്ടൊരു സ്ത്രീ അവിടെ കണ്ണ് മാത്രമേ പുറത്തു കാണുള്ളൂ. അത്രയും സൂക്ഷ്മതയോടുകൂടെ വസ്ത്രം ധരിച്ചിട്ടാണ് ആ സ്ത്രീ അവിടെ വന്നിരിക്കുന്നത്.
അപ്പോൾ എന്നോട് അയാൾ പറഞ്ഞു 10 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ല. അപ്പോൾ അവൾക്കൊരു ചെറിയ വിഷമാണ്. അത് ഒന്നുമില്ല, നിങ്ങളൊന്ന് 2 വാക്ക് പറയാൻ, സമാധാനിപ്പിക്കാൻ, അതിനാണ് വിളിച്ചത്. സഹോദരങ്ങളെ, ഞാൻ സമാധാനിപ്പിക്കാൻ അവിടെ നോക്കുമ്പോഴേക്കും ആ 2 കണ്ണിലും നിറച്ച് കണ്ണീര്, വെള്ളം നിറഞ്ഞിരിക്കുന്നു കണ്ഠമായി. മനുഷ്യന്റെ ജീവിതത്തിലെ ദുഃഖങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഓരോ വിഷയത്തിലും നിറഞ്ഞു നിൽക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. എന്താ സഹോദരൻ? അപ്പൊ കുട്ടികളില്ലാത്ത ആൾക്കാരുണ്ട്, വീട് വെക്കാൻ കഴിയാത്ത ആളുകളുണ്ട്, വാടകയ്ക്ക് താമസിച്ച് വാടക വീട്ടിൽ തന്നെ മരണപ്പെട്ടു പോയവരുണ്ട്, ജനിച്ച കുട്ടികളിലെല്ലാം അംഗവൈകല്യമുള്ളവരുണ്ട്. കുട്ടികളെ കൊണ്ട് ഉപകാരമില്ലെന്ന് മാത്രമല്ല, മരിക്കുന്നത് വരെയും കുട്ടികളെ നോക്കി ആ കുട്ടികളുടെ ഭാരം അനുഭവിച്ച് അവസാനം എൻ്റെ കുട്ടികൾക്ക് അത്താണിയില്ലല്ലോ എന്നോർത്ത് ദുഃഖിച്ച് ഈ ലോകത്തൊന്നും യാത്ര തിരിച്ചവരുണ്ട്. അപ്പൊ പടച്ചോൻ പറഞ്ഞയച്ചത് ഒരു വീടുണ്ടാക്കി 4 കുട്ടികളൊക്കെ നോക്കി കെട്ടിച്ച് ജോലി കൊടുക്കാനാണോ സഹോദരങ്ങളെ നമ്മളെ പറഞ്ഞയച്ചത്? അല്ല പറഞ്ഞയച്ചത്. പിന്നെ എന്തിനാ പടച്ചോൻ പറഞ്ഞയച്ചത്? ഇന്നാ ഹദൈനാ ഗുസ്സബേല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. അല്ലാഹു ഈ ജീവിതത്തിൽ നമ്മുടെ മുന്നിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുകയാണ്, സത്യത്തിന്റെ കുറെ വഴികൾ കാണിച്ചു തന്നിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു നമ്മളെ നോക്കിയിരിക്കുകയാണ്. അവൻ എന്തൊരു സമീപനം, എന്തൊരു നിലപാട് സ്വീകരിക്കും? വീടില്ലാതെ 20 കൊല്ലം ജീവിക്കേണ്ടി വന്നാൽ അവൻ എന്തു പറയും? മക്കളില്ലാതെ വർഷങ്ങളോളം ജീവിക്കേണ്ടി വന്നാൽ അവൻ എന്തു പറയും? പടച്ചോൻ ഇതൊക്കെ അറിയേണ്ടതുള്ളൂ സഹോദരങ്ങളെ, അല്ലേ? സ്വന്തം മക്കളെ വളർത്താൻ ഒരു നിയോഗം വന്നാൽ ആ കുട്ടികളെ അവൻ എന്തു ചെയ്യും? അവന് ദീൻ എത്രമാത്രം അവരെ പഠിപ്പിക്കും? ഭൗതികമായ കാര്യത്തിലാണോ അവൻ മുൻഗണന നൽകുക? എല്ലാം പടച്ചോൻ പരീക്ഷിക്കാൻ. അത് മാത്രം നമ്മുടെ ചിന്തയിലില്ല സഹോദരങ്ങളെ. നമ്മുടെ കുട്ടികൾക്ക് ജോലി കിട്ടിയോ, അവർ ഗൾഫിലെത്തിയോ, പുതിയാപ്പിള നല്ലവനാണോ, പുതിയണ്ണ നല്ലവനാണോ, അവർക്ക് വീടുണ്ടായോ, അവിടെ പേരക്കുട്ടികൾക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയോ, ഇതൊക്കെ നമ്മൾ ആലോചിക്കുന്നുള്ളൂ സഹോദരങ്ങൾ. ഇതൊന്നുമല്ല. നമുക്ക് തന്ന വീട്ടിൽ, നമുക്ക് തന്ന മക്കളിൽ, നമുക്ക് തന്ന ഭാര്യയിൽ ഓരോ നിമിഷവും നമ്മൾ എന്തു ചെയ്യുന്നു എന്ന് അല്ലാഹു നമ്മളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സംശയമൊന്നും വേണ്ട. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്ന കാര്യമാണ്. ജീവിതവും മരണവും അതല്ലേ നമ്മുടേത് സഹോദരങ്ങളെ? ജനിക്കുന്ന ഒരു സമയവും മരിക്കുന്ന ഒരു സമയവും, ഇതിന്റെ ഇടയ്ക്ക് കിട്ടുന്ന ജീവിത കാലാവധി എത്രയാണോ അതിൽ നമ്മളെ പരീക്ഷിക്കുകയാണ് പടച്ച തമ്പുരാൻ. അപ്പൊ സഹോദരങ്ങളെ, കുടുംബ ജീവിതത്തിൽ തോറ്റുപോകരുത്. അതാണ് ഒന്നാമത്തെ കാര്യം. അതാണ് നമ്മുടെ അടിസ്ഥാന വിഷയം. നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകരുത്. ഒരു പ്രതിസന്ധി വന്നാലും, എന്ത് പ്രശ്നങ്ങൾ വന്നാലും, നമ്മൾ വിശ്വസിക്കേണ്ടതും നമ്മൾ ആചരിക്കേണ്ടതുമായ കാര്യങ്ങളിൽ, നമ്മുടെ മനസ്സിന്റെ നിലപാടുകളിൽ നമുക്ക് മാറ്റം ഉണ്ടാവരുത്. ഞാനിത് പറയാൻ കാരണം സഹോദരങ്ങളെ, എല്ലാം ഒരു ചുറ്റുപാടിലും ഒരു സാമൂഹികമായി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ തൊട്ട വീട്ടിൽ അയലോക്കത്തെ നമ്മൾ കാണുകയാണ്. ആ കുട്ടികൾ ഏറ്റവും നല്ല സൗകര്യത്തിൽ, ഏറ്റവും നല്ല കളിക്കോപ്പുകളിൽ, ഏറ്റവും നല്ല സ്കൂളിൽ, ഏറ്റവും നല്ല ഡ്രസ്സിൽ അവർ ജീവിക്കുന്നത് കാണുകയാണ്. നമ്മൾ എത്ര ആഗ്രഹിച്ചിട്ടും നമ്മളെ മക്കൾക്ക് അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണില്ല. മനസ്സിന് വേദന ഉണ്ടാവും സഹോദരങ്ങളെ. മറ്റുള്ളവരൊക്കെ പ്രായപൂർത്തിയാണ് 13 വയസ്സാണ് മുന്നേ അയലോക്കത്തെ കുട്ടികളെ കെട്ടിച്ചു പോവുകയാണ്. 23, 24 വയസ്സായിട്ട് നമ്മളെ വീട്ടിൽ കുട്ടി ഇരിക്കുകയാണ്. മനസ്സിന് ദുഃഖവും വിഷമമുണ്ടാവും. എന്തേ പടച്ചോൻ എനിക്ക് ഇങ്ങനെ തരാൻ, എന്തേ പടച്ചോൻ എന്നെ ഇങ്ങനെ പരീക്ഷിക്കാൻ പലപ്പോഴും നമ്മുടെ മനസ്സിൽ തോന്നിപ്പോവാനുള്ളൊരു കാരണമാണ് സഹോദരങ്ങളെ. അവിടെയാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണത ഇവിടെ നടക്കൂല സഹോദരങ്ങൾ, അത് ഇവിടെ കിട്ടൂല. അത് ഈ ജീവിതത്തിൽ അല്ലാഹു വെച്ചൊരു കാര്യമാണ്. നമുക്ക് ഇവിടെ കിട്ടുന്ന ജീവിതാവസ്ഥകൾക്ക് ചില പരിമിതികളുണ്ട്, അതേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ അസംതൃപ്തിയായി ജീവിക്കുകയാണെങ്കിൽ മരണം വരെ അസംതൃപ്തിയായി ജീവിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമുക്ക് ബോധ്യം വേണമെന്ത്, ഇവിടെ ചില പരീക്ഷണങ്ങളും ചില പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ എൻ്റെ മക്കളോടൊപ്പം എൻ്റെ കുടുംബത്തോടൊപ്പം രാജകീയമായി ഞാൻ ജീവിക്കും പരലോകത്ത് എന്നുള്ള വിശ്വാസം, അതാണ് സഹോദരങ്ങളെ പരലോക വിശ്വാസം. അത് ഉറപ്പ് വേണം. ഞാൻ പറഞ്ഞ ഈ ഉറപ്പ് മനസ്സിൽ കിട്ടിയാൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളും എന്തൊക്കെ പ്രയാസങ്ങളും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും അതിലൊക്കെ നിരാശപ്പെട്ട് കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഭാര്യയുടെയും മാതാപിതാക്കളുടെയൊക്കെ മുഖത്ത് ഒരു പ്രതീക്ഷയും ഒരു സന്തോഷമൊക്കെ വരും. അതിൽ സംശയമല്ല. ഞാൻ ഒരു സഹോദരിക്ക് ഇതേപോലെ ഒരു കൗൺസിലിങ്ങിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് അവരുടെ ജ്യേഷ്ഠത്തിയല്ല. അപ്പൊ ആ ജ്യേഷ്ഠത്തി പറഞ്ഞു, മൗലവി അവരെ പ്രശ്നം അതൊന്നുമല്ല, ഇവള് താമസിക്കുന്ന സ്ഥലത്ത് ഒരു ജുമാക്ക് പോകാൻ ഒരു പള്ളിയില്ല, ഒരു ഖുറാൻ ക്ലാസ് ഇല്ല, ഒന്നും കേൾക്കാനൊന്നും ഒരു അവസരം ഒരുക്കില്ല. ഞമ്മക്കൊക്കെ സമാധാനം കിട്ടും. ഇവരെക്കാളും പ്രശ്നമുണ്ട് ഞമ്മക്കൊക്കെ. നമുക്ക് പ്രശ്നമില്ലാത്ത എന്താ വെച്ചാൽ നമ്മൾ ആഴ്ചക്ക് പള്ളിക്ക് പോകുന്നിട്ട് ജുമാക്ക പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും കേൾക്കും. പിന്നെ ഇടയ്ക്കൊരു ഖുറാൻ ക്ലാസ് ഉണ്ടാവും. ചിലപ്പോൾ ഞങ്ങളൊക്കെ സുബൈക്ക് പള്ളിയിൽ പോകും, അവിടെ ഒരു ഉസ്താദ് 10 സംസാരിക്കുന്നുണ്ടാവും. സഹോദരങ്ങൾ, അതൊരു വല്ലാത്ത സമാധാനം. കാരണം തരൂ, ഇങ്ങനെ നമ്മളെ കോലായ്മയും മുറ്റത്തും ഇരുന്നുങ്ങാട്ട് ഇങ്ങനെ ദുനിയാവിന്റെ മരണത്തിന്റെ അപ്പുറത്തുള്ളത് മാത്രം ഇങ്ങനെ ആലോചിച്ചാൽ ഒരറ്റവും കിട്ടൂല.
എന്നാൽ ഇടയ്ക്ക് ആ ഖുർആൻ ക്ലാസ്സും പ്രസംഗവും കേൾക്കുമ്പോൾ നമ്മൾ കുറച്ചേരം തരും മരണത്തിന്റെ അപ്പുറത്തേക്ക് ആലോചിച്ചു. അപ്പുറത്തേക്ക് ആലോചന കിട്ടുന്നതോടുകൂടെ മനസ്സിക്ക് സമാധാനം വരും. അതിൽ യാതൊരു സംശയമല്ല. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ തൽക്കാലം പരീക്ഷണങ്ങളും പ്രശ്നമൊന്നുമില്ലാതെ പടച്ചോൻ ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യാതെ എല്ലാം അങ്ങോട്ട് ജീവിതം അവസാനിപ്പിച്ച് മുന്നോട്ട് പോവുക എന്ന ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിൽ കണ്ടാൽ സഹോദരങ്ങളെ ഒരു പ്രശ്നമല്ല. നമ്മൾ 5 നേരം നിസ്കാരം മുടങ്ങാതെ, നമ്മളെ കുട്ടികൾക്ക് ഒരു ഹറാമ് തിന്നാൻ കൊടുക്കാതെ, ഒരു ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ അവിടെ നിന്നോ ഇവിടെ നിന്നൊക്കെ ഒരു പലിശ എടുത്ത് ആ പലിശമ്മ കടന്ന് മരിച്ചു പോകാതെ നമ്മൾ എന്ത് ചെയ്യുക, അല്പം ദീനും സമാധാനത്തോടും കൂടെ ജീവിച്ച് മുന്നോട്ട് പോവുക എന്ന് വിചാരിച്ചാലേ കുടുംബത്തിലും ജീവിതത്തിലും പ്രശ്നങ്ങളൊന്നും നമ്മളെ വല്ലാതെ ബാധിക്കൂല, ഒന്നും ബാധിക്കൂല. എല്ലാ കാര്യങ്ങളും ഇപ്പൊ നോക്കും നിങ്ങൾ, നല്ലൊരു വിവാഹ ജീവിതത്തിൽ നിന്നും പെട്ടെന്ന് ഡൈവോഴ്സ് ആയിട്ട് തൊലാക്ക് ചെയ്ത് തിരിച്ചു വരുന്ന ഒരു പെൺകുട്ടിയോട് നമുക്ക് എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്? പൊന്നു സഹോദരി, നിനക്കൊരു ലക്ഷ്യമുണ്ട് ഈ ദുനിയാവിൽ. ആ എന്താ? നിനക്കും നമ്മളെല്ലാരെയും പോലെ ഒരു സ്വർഗം കിട്ടണം. അപ്പൊ എന്താ ഇപ്പൊ കുട്ടികളും പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും ഭർത്താവും ഒന്നുമില്ല, നിനക്ക് നിന്റെ വീടാണ് ഇവിടെ, നിനക്ക് നിന്റേതായ ജീവിത സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. അത് വെച്ചിട്ട് എന്ത് ചെയ്തോ, നിന്റെ ഇബാദത്തും കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ ഈ ക്ലാസ്സിനും ഖുർആൻ ക്ലാസ്സിനൊക്കെ പോയി നിന്നെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു പിന്നെ പരിപാടി, ഇവിടെ ടൈലർ മെഷീൻ ഉണ്ട്, അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ട് എൻ്റെ വരുമാനത്തിന് ചെയ്തിട്ട് സമാധാനത്തോടെ ദിക്റും തൊഴിലും ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നോ എന്ന് പറയുമ്പോൾ ഒരു സമാധാനം അവിടെ ഉണ്ട്. സഹോദരങ്ങളെ, എല്ലാ കാര്യത്തിലും ദീനിന്റെ വിഷയത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ടാകുമ്പോൾ ഒരു സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു കാഴ്ചപ്പാട് മനസ്സിനുണ്ടാവലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തൊരു കാര്യം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മളുടെ ഈ പണ്ഡിതന്മാരോടൊക്കെ സാധാരണ ഈ കുട്ടികൾ നേരാകാത്തതിനെ പറ്റി ഇങ്ങോട്ട് ഓലെ നേരാക്കാൻ എന്താ നിർദ്ദേശം എന്ന് പണ്ഡിതന്മാർ ചോദിക്കുമ്പോൾ, അപ്പൊ സാധാരണ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ചോദിക്കുന്ന സമയത്ത് എന്താ അറിയോ, അവർ പറയാറുള്ളൊരു കാര്യമാണ് എന്ത്, എല്ലാം പറഞ്ഞിട്ട് പറയും നിങ്ങൾ ഇനിയിപ്പോ എന്ത് ചെയ്താലും അള്ളാന്റെ ഒരു തൗഫീക്ക് നിങ്ങൾക്ക് കിട്ടാതെ നിങ്ങൾക്ക് ഒരു കാര്യത്തിലും വിജയിക്കാൻ പറ്റൂല എന്നാണ്. സഹോദരങ്ങളെ, രണ്ടാമത്തെ ഒന്നതാണ്, ആളുകൾക്ക് ഓരോ ദുരന്തങ്ങൾക്ക് മേലെ ദുരന്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ പറയും അത് അവർ ചെയ്തതാണ്, അയലോക്കക്കാർ ചെയ്തതാണ്, മറ്റോര് ചെയ്തതാണ്, അത് നമ്മളെ മറ്റേ പണ്ട് തൊലാക്ക് ചെയ്ത ആ വീട്ടുകാർ ചെയ്തതാണ്, അല്ലെങ്കിൽ ആ വടക്കടി ഇപ്പുറത്തായതുകൊണ്ടാണ്, അടുക്കള അപ്പുറത്തായതുകൊണ്ടാണ്, ആൾക്കാർ ഇങ്ങനെ പറയും. സഹോദരങ്ങളെ, ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എല്ലാത്തിലും ഒരു അനുഗ്രഹം അള്ളാഹു നമുക്ക് തരണം. നമ്മുടെ മക്കൾ നന്നാകണമെങ്കിൽ അത് അള്ളാഹു തരണം. നമ്മുടെ സ്വത്തിൽ ഒരു ബർക്കത്ത് കിട്ടണമെങ്കിൽ അള്ളാഹു തരണം. അതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ജീവിതത്തിന്റെ സന്തോഷത്തിനും സമൃദ്ധിക്കും അനുഗ്രഹങ്ങൾക്കും അള്ളാഹുവിന് നമ്മളോടൊരു ഇഷ്ടം, നമ്മുടെ വീടിനോടൊരു ഇഷ്ടം, നമ്മുടെ ദാമ്പത്യ ജീവിതത്തോടൊരു ഇഷ്ടം, നമ്മുടെ മക്കളോടൊരു ഇഷ്ടം, അത് അള്ളാഹുവിന് ഉണ്ടായിരിക്കണം. അപ്പോഴേ അത് കിട്ടുള്ളൂ. അതാ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്, ഫഖുൽ തുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ ഫഖുൽ തുസ്തഗ്ഫിറൂ റബ്ബക്കും, ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുക. ജനങ്ങളെ, നിങ്ങൾ ചെയ്ത തെറ്റുകളിൽ നിന്ന് നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളുടെ റബ്ബിങ്കിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക. ഇന്നഹു കാന ഗഫാറാ, അവൻ പാപങ്ങളെല്ലാം നിങ്ങൾക്ക് പുറത്തു തരുന്നവനാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, അവൻ നിങ്ങൾക്ക് മഴയെ കോരിച്ചെരിഞ്ഞു തരും. വയുംദിദുക്കും ബി അംവാലിൻ വബനീൻ, വയുംദിദുക്കും അവൻ നിങ്ങൾക്ക് സഹായം തരും, അവൻ നിങ്ങളെ സഹായിക്കും. വയുംദിദുക്കും ബി അംവാലിൻ വബനീൻ, നിങ്ങളുടെ മക്കളെ കൊണ്ടും നിങ്ങളുടെ സ്വത്തുക്കളെ കൊണ്ടും അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. അല്ലാഹ് ബർക്കത്ത് തരുന്നു സ്വത്തിലും മക്കളിലും. എപ്പോ സഹോദരങ്ങളെ, പാപങ്ങളില്ലാതെ നല്ലവരായി ജീവിച്ചാൽ അള്ളാഹു നമുക്ക് തരുന്നതാണ് ആ ബർക്കത്ത്. ആ ബർക്കത്ത് കിട്ടിയില്ലെങ്കിൽ എന്താ അറിയൂ, ദുരിതങ്ങൾക്ക് മേൽ ദുരിതങ്ങളും പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങളും ആയിരിക്കും. സൂറത്ത് ഹൂദിൽ അള്ളാഹു ഉപയോഗിച്ചത് യസിദുക്കും ഖുവ്വത്തൻ ഇലാ ഖുവ്വത്തിക്കും, നിങ്ങൾക്ക് ഇപ്പോഴുള്ള ശക്തി അള്ളാഹ് ഒന്നും കൂടി കൂട്ടിത്തരും. അതിനെന്ത് വേണം? അള്ളാഹുവിന്റെ തൃപ്തിക്ക് അനുസരിച്ച് കൊണ്ടുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും നമ്മൾ അവിടെ ഏർപ്പെടുത്തണം. ഒരു സുബൈക്ക് വാങ്ങിക്കൊടുത്താലും നിസ്കരിക്കാതെ കടന്നുറങ്ങണം ഒരാളവിടെ കടന്നാൽ പോരെ, ആ വീട്ടിന്റെ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയില്ലേ സഹോദരങ്ങളെ? നേരം പുലർന്നാലും വിളിച്ചെഴുന്നേൽപ്പിച്ചാലും നീക്കാതെ ഒരുത്തൻ അവിടെ മൃഗങ്ങളെ പോലെ കിടക്കാനുണ്ടെങ്കിൽ സഹോദരങ്ങൾ, നമ്മുടെ വീടിന് എന്ത് ബർക്കത്താ കിട്ടുക? വലിയ 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 ക്ഷേത്രങ്ങളെ പോലെ ചുമരുകളിലും മറ്റും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന വലിയ വലിയ ചിത്രങ്ങൾ, പ്രതിരൂപങ്ങൾ, ചില വീട്ടിലൊക്കെ കയറി ചെന്നാൽ അങ്ങനെ അവിടെ ഷോക്കേസിൽ നോക്കിയാൽ നായയുടെയും പട്ടിയുടെയും പൂച്ചയുടെയും രൂപങ്ങൾ വീട്ടിൽ അവിടെ മലക്ക് വരും. അനുഗ്രഹത്തിന്റെ മലക്കുകൾ കടന്നു വരാത്തതാണ് അതിന്റെ കാരണം. പിന്നെ വീട് എങ്ങനെയാണ് സഹോദരങ്ങളെ തുടങ്ങിയത്? ഒരു സുഹൃത്തിനെ ഞാൻ പരിചയപ്പെട്ടു. അയാൾ ഇപ്പൊ അവസാനം കടം വന്ന് വീട് വിൽക്കാൻ നിൽക്കുക. അപ്പൊ വീട് എങ്ങനെ ഉണ്ടാക്കിയത്? ലോൺ എടുത്തിട്ട്.
ഇനിയിപ്പോ അവസാനം വീണ്ടും അയാൾ ലോണിനാണ് അഭയം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു വഴിയിലൂടെ വന്നാൽ ആ വഴി തനിക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നതിൽ എന്താണ് അർത്ഥം? പടച്ചോനെ, ഒരു സൗകര്യം ഇല്ലെങ്കിലും ഈ വീട് നിന്റെ ഇഷ്ടത്തിന് ഒരിക്കലും എതിര് പ്രവർത്തിക്കാതെയാണ്. ഇതിലത്തെ ഓരോ മണൽ തരികളും എന്തു പറയാൻ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് പറ്റണം. അല്ലെങ്കിൽ എന്താ മനസ്സിലുണ്ടാകുക? പടച്ചോനെ, അനക്കിഷ്ടമില്ലാത്ത പൈസ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ടാണോ ഇതിൽ ഇങ്ങനെ എപ്പോഴും ദുരിതം? അതുകൊണ്ടാണ് എപ്പോഴും ഇവിടെ പ്രശ്നം? അതുകൊണ്ടാണോ എപ്പോഴും ഇവിടെ പ്രയാസം? നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഏതു മേഖലകളിലും അള്ളാഹുവിന്റെ ഇഷ്ടമനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുക. അതിൽ അള്ളാഹു ബർക്കത്ത് തരുള്ളൂ. ഞങ്ങൾ പറയുന്നുണ്ട്, കല്യാണം നടക്കുന്ന സമയത്ത് കുത്തുബ നടത്തുമ്പോൾ നമ്മൾ പറയും, ഈ കല്യാണ പന്തലിൽ കല്യാണം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പടച്ചോന് പൊരുത്തല്ലാത്ത വല്ലതും ഈ കല്യാണ പന്തലിൽ ഉണ്ടെങ്കിൽ ഇന്ന് തുടങ്ങുന്ന ഈ കുട്ടികളുടെ ദാമ്പത്യത്തെ അത് ബാധിക്കും. ഈ കുട്ടികളുടെ ദാമ്പത്യത്തെ അത് ബാധിക്കും. ഇന്ന് നിങ്ങൾ ഈ പുതിവെണ്ണിനെ തലയിൽ തട്ടമിടാതെ മാറുമറക്കാതെ പ്രസീഡിയത്തിൽ കയറ്റിയിരുത്തി എല്ലാ ചെറുപ്പക്കാർക്കും കാഴ്ചവസ്തുവാക്കി ഇരുത്തിയാൽ ഈ കല്യാണം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കല്യാണമാകും. ഇതിലൂടെ ഉണ്ടാകുന്ന ദാമ്പത്യം അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത ദാമ്പത്യമാകും. പണവും പണ്ടവും പറഞ്ഞു വാങ്ങി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സ്ത്രീധനവും നിഷിദ്ധവും പ്രവർത്തിച്ചിട്ടാണെങ്കിൽ ബർക്കത്തില്ലാതെ പോകും. സഹോദരങ്ങളെ, ജീവിതത്തിന്റെ എന്തു കാര്യങ്ങളിലും അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും പാലിച്ചുകൊണ്ട് ചെയ്യാം. അപ്പൊ അള്ളാഹു ബർക്കത്ത് തരും. അപ്പൊ പടച്ചോന്റെ ഒരു ബർക്കത്ത് കിട്ടുമ്പോൾ ജീവിതത്തിലും കുടുംബത്തിലും നമുക്ക് സന്തോഷം ഉണ്ടാകും. എല്ലാ കാര്യത്തിലും ഒരു കുരുത്തവും പൊരുത്തം ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ സമൃദ്ധിയും ആഹ്ലാദവും സന്തോഷവും നമുക്കുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട കാഴ്ചപ്പാടുകൾ പ്രധാനമാണ്. സഹോദരങ്ങളെ, വെറുതെ ബേജാറാവണ്ട. വയസ്സായ ഞാൻ അസുഖമായ എന്താ എനിക്കുണ്ടാകുക, എൻ്റെ കുട്ടികളെന്തായി, മറൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. കാരണം അറിയും, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ അവന്റെ എല്ലാ വേദനകളും എല്ലാ പ്രയാസങ്ങളും പടച്ചോന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. പടച്ചോനെ വിട്ടുകൊടുത്തൊരു കാര്യത്തിൽ പിന്നെ നമ്മൾ ബേജാറാകാൻ പറ്റില്ല. അതാ തവക്കുൽ എന്ന് പറഞ്ഞാൽ എല്ലാം അള്ളാനെ ഏൽപ്പിക്കാം. പിന്നെ നമ്മൾ അതിനെപ്പറ്റി വെറുതെ വ്യാകുലമാവണ്ട. ഇനി എനിക്ക് എന്ത് അറ്റാക്ക് വന്നിട്ടാ ഞാൻ മരിക്കുക, ക്യാൻസർ വന്നിട്ടാ മരിക്കുക, എന്ത് ഓപ്പറേഷനാ എനിക്ക് ഉണ്ടാകുക? സഹോദരങ്ങൾ, അവർക്ക് വരുമ്പം നമുക്ക് ആലോചിക്കാം. അതിനെപ്പറ്റി ചിന്തിച്ച് ഇങ്ങനെ ബേജാറായി കുത്തിരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു വിശ്വാസിക്കുള്ള ആത്മധൈര്യം അതാണ്. നമ്മുടെ വീട്ടിനു കാവലായി, നമ്മുടെ കല്യാണം കഴിഞ്ഞ മക്കൾക്കു കാവലായി, നമ്മുടെ വാർദ്ധക്യത്തിനു കാവലായി, രോഗങ്ങൾക്കു കാവലായി പടച്ച തമ്പുരാനുണ്ട്. ആ പടച്ച തമ്പുരാൻ അറിയാതെ, അവന്റെ സമ്മതമില്ലാതെ, അവന്റെ നിർദ്ദേശമില്ലാതെ ജീവിതത്തിൽ ഒന്നും നമുക്ക് വരൂല. മുഹമ്മദ് നബിയെ, നിനക്കൊരു ബുദ്ധിമുട്ട് വരുത്തണമെന്ന് അള്ളാഹു വിചാരിച്ചാൽ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അവനല്ലാതെ അതിനെ നീക്കിത്തരാൻ ഒരാളുമില്ല. ഒരു നന്മ നിനക്ക് വരുത്തണമെന്ന് അള്ളാഹു തീരുമാനിച്ചാൽ ഫലാ റാദ്ദ ലിഫദ്ലിഹി, അള്ളാഹുവിന്റെ ഔദാര്യത്തെ തടുക്കുവാൻ ഒരാൾക്കും പറ്റുകയില്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദി, തന്റെ അടിമകളിൽ നിന്നും അവൻ ഉദ്ദേശിക്കുന്നവരെ ആ നന്മ അവൻ ബാധിപ്പിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, പടച്ചോൻ തരാൻ വിചാരിച്ചത് അയലോക്കക്കാരോ നാട്ടുകാരോ അസൂയക്കാരോ ആര് വിചാരിച്ചാലും തടുക്കാൻ പറ്റൂല. പടച്ചോൻ തരാൻ വിചാരിച്ചത് ആര് വിചാരിച്ചാലും നമുക്ക് തടുക്കാൻ പറ്റൂല. അള്ള തരാൻ വിചാരിച്ച കാര്യം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ആണ് നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ പടവാക്ക് അല്ലാഹുമ്മ ലാ മാനി അലിമ അത്തൈത വലാ മുഅതി അലിമ മനത്ത. പടച്ചോനെ, നീ തന്നത് തടുക്കാൻ ഒരാളുമില്ല, നീ തരാത്തത് വാങ്ങിത്തരാൻ ഒരാളുമില്ല എന്ന് നമ്മൾ പറയുന്ന വാക്കിന്റെ അടിസ്ഥാനപരമായ ഉദ്ദേശം അതാണ്. അപ്പൊ ആ അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്നതോടുകൂടെ മനുഷ്യന് സന്തോഷമായി. വെറുതെ ഇങ്ങനെ ആലോചിച്ച് കുത്തിരിക്കണ്ട, നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാം, ബാക്കി നമ്മൾ പടച്ചോനിൽ പരമേൽപ്പിച്ചിട്ട് ജീവിക്കാം. ഞാൻ ഇന്നും ആലോചിക്കലുണ്ട്, എൻ്റെ ഒരു സുഹൃത്തിന്റെ ഉമ്മ, എനിക്കൊരു 15 കൊല്ലം മുമ്പ് ക്യാൻസർ വന്നതാണ്. ആ ക്യാൻസറിന് അന്ന് എന്തോ ചെറിയൊരു സർജറി ചെയ്ത് അവർ ഇന്നുണ്ട്, ഒരു പ്രശ്നമില്ലാതെ ജീവിക്കുന്നുണ്ട്. അവിടെ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവും, ഒരു പ്രശ്നമല്ല. കുട്ടിയെ പടച്ചോനൊരു കാര്യം നമുക്ക് തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വരും. അത് തടുക്കാൻ ആരെക്കൊണ്ടും പറ്റൂല എന്നാണ്. ആ ഒരൊറ്റ വിചാരത്തിൽ അള്ളാഹുൽ തവക്കുലാക്കി മനസ്സിനെ അങ്ങോട്ട് സ്വതന്ത്രമാക്കി ഞാനൊരു രോഗിയാണല്ലോ എന്നും ചിന്തിക്കാതെ ജീവിച്ചപ്പോൾ അവർക്കൊരു പ്രശ്നമല്ല. നമുക്ക് അവരെ കണ്ടാൽ തന്നെ ഒരു രോഗത്തിന്റെ എന്തെങ്കിലും ഒരു പ്രയാസം അവരെ കണ്ടാൽ നമുക്ക് മനസ്സിലാവൂല. അത്രയധികം ആ ഭരമേൽപ്പിക്കൽ, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ജീവിക്കാൻ. അതാണ് ശരിക്കും ഭരമേൽപ്പിക്കലിനെ കുറിച്ച് നബി സ്വല്ലല്ലാഹു പറഞ്ഞെന്താ വെച്ചാൽ ഒരു പക്ഷിയുടെ ഉദാഹരണമാണ്. പക്ഷിയുടെ ഹൃദയം, അതാണ് ഒരു മനുഷ്യനുണ്ടാണ്. പക്ഷിന്റെ ഹൃദയം എന്താ? പക്ഷിന്റെ ഹൃദയം ഒരു 4-5 കുട്ടികൾ മുട്ടയിൽ നിന്ന് വിരിഞ്ഞിറങ്ങി കൂട്ടിൽ കിടക്കുന്നുണ്ട്. തള്ളപ്പക്ഷി രാവിലെ പറക്കാണ്. ഈ 5 വായയിലും വെച്ചു കൊടുക്കാൻ എന്തെങ്കിലും ഒരു ധാന്യമോ എന്തെങ്കിലും ഒരു സാധനമോ എവിടുന്ന് കിട്ടുമെന്ന് വെച്ചാൽ ആ പക്ഷിക്ക് പറക്കുമ്പോൾ അറിയില്ല.
നമുക്ക് ബാങ്കിൽ ചെറിയൊരു ബാലൻസ് ഉണ്ട്, അല്ലെങ്കിൽ അപ്പുറത്ത് കുറച്ചുണ്ടല്ലെങ്കിൽ ഇപ്പുറത്ത് കുറച്ച് തേങ്ങ ഉണ്ട്, അപ്പുറത്ത് കുറച്ച് റബ്ബർ ഷീറ്റ് ഉണ്ട്, നമ്മുടെ മനസ്സിലുണ്ടല്ലോ പലതും. എന്നാൽ ആ പക്ഷിയെ സംബന്ധിച്ചിടത്തോളം പറക്കാൻ സമയത്ത് അതിന് യാതൊരു പ്രതീക്ഷയും ഒരു കാര്യത്തിലും ഇല്ല. എന്നാൽ അതിങ്ങനെ രാവിലെ എന്ത് ചെയ്യും, പിന്നെ ഹിമാസൻ രാവിലെ പോകുമ്പോൾ എന്ത് ചെയ്യും, വയറൊട്ടിക്കൊണ്ടാണ് പറക്കും. വൈകുന്നേരം വരുമ്പോൾ തെറൂഹ് ബിത്താന, അതിന്റെ വയറ് നിറഞ്ഞിട്ടുണ്ടാവും. കുട്ടികൾക്കുള്ളത് വായിൽ കൊത്തിക്കൊണ്ട് വരുന്നുണ്ടായിരിക്കും. എവിടുന്ന് കിട്ടിയ സഹോദരങ്ങൾ അറിയില്ല. പറന്നു നോക്ക കിട്ടിക്കോളും, പറന്നു നോക്ക കിട്ടിക്കോളും. അങ്ങനത്തെ ഒരു മനസ്സാണ് തവക്കുൽ ചെയ്ത ഒരാൾക്ക് വേണ്ടത്. രോഗങ്ങളെ കുറിച്ച് ചിന്തയില്ല, വ്യാകുലതയില്ല, മക്കളെ കുറിച്ച് ബേജാറില്ല, പ്രയാസമില്ല. എന്താ, ഒക്കെ പടച്ചോനൊരു പരിഹാരം ഉണ്ടാക്കും. സഹോദരങ്ങളെ, എന്തൊരു സമാധാനം, എന്തൊരു സന്തോഷം ഉണ്ടാവും അവർക്ക്, അങ്ങനത്തെ മനസ്സുള്ള ആളുകൾക്ക്. അപ്പോൾ അള്ളാഹുവിൽ തവക്കുലാക്കുക, അള്ളാഹുവിന്റെ ബർക്കത്ത് തടയുന്ന പ്രവർത്തനങ്ങൾ ഇല്ലാതിരിക്കുക. സഹോദരങ്ങളെ, ദുനിയാവ് എല്ലാം നേടാനുള്ളതല്ല, ഒരു പരീക്ഷണ കേന്ദ്രം. നാളെ പരലോകത്ത് സ്വർഗം ആർഭാടത്തിലും ആഹ്ലാദത്തിലും മുന്തി നിൽക്കുന്ന കൊട്ടാരങ്ങളിലും മണിമന്ദിരങ്ങളിലും സന്തോഷകരമായി ഇവിടുത്തെ ഒരു മുതലാളിയും ജീവിക്കാത്ത ജീവിതം എനിക്കും നിങ്ങൾക്കും ലഭിക്കാനുണ്ട്. സഹോദരങ്ങളെ, എന്താ നമുക്ക് ദുഃഖിക്കാനുള്ളത്? ഈ ഒരു മനസ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നാണ് മുന്നോട്ട് പോയി. കുറച്ച് ചെറിയ കാര്യങ്ങളുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പറയാം. നമ്മുടെ വീട്ടിലൊരു സന്തോഷകരമായ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ നമ്മുടെ പെരുമാറ്റത്തിലും ജീവിതത്തിലൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ വരുത്തേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതിന് നമ്മളൊന്ന് ഉൾക്കൊള്ളണം, നമ്മളൊന്ന് വിചാരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, നമുക്കൊക്കെ നമ്മുടേതായ പരിമിതികളുണ്ട്. നമ്മുടെ കാര്യങ്ങൾ മനസ്സിലായി, എല്ലാ കാര്യങ്ങളും കൊണ്ടടക്കാൻ നമുക്ക് നമ്മുടേതായ പരിമിതികളുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ എത്ര കച്ചവടക്കാരുണ്ട്, എല്ലാവർക്കും ഒരേമാതിരി കച്ചവടം ചെയ്യാൻ പറ്റുമോ? കഴിയൂല. ചില ആൾക്കാർ നല്ല ഉഷാറ് കച്ചവടം ചെയ്യും, ചില ആൾക്കാർ ചെറിയൊരു പെട്ടിക്കടമം തുടങ്ങിയിട്ട് വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടലുകളും വലിയ വലിയ പിന്നെ സൗകര്യങ്ങളൊക്കെ പോലും ഉണ്ടാക്കും. എന്നാൽ ചില ആൾക്കാർ തുടങ്ങിയ അന്നത്തിനേക്കാളും മോശക്കാരൻ 10 കൊല്ലം കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ കഴിവാണ്. ഇതൊക്കെ എല്ലാ വിഷയത്തിലും ഉണ്ട്. എങ്കിലും നമ്മുടെ കുട്ടികളെ കൊണ്ടു നടക്കുന്നതിൽ, ഒരു കുടുംബം പോറ്റുന്നതിൽ സഹോദരങ്ങളെ കുറച്ചൊരറിവൊക്കെ വാപ്പാക്കും ഉമ്മാക്കും ആവശ്യം. ഒരു പ്രായം മാത്രം ഉണ്ടായാൽ പോലെ നമുക്ക് കുറച്ച് അറിവും കാര്യങ്ങളൊക്കെ വേണം. അതില്ലാത്തതിന്റെ പ്രശ്നം നല്ലോണമുണ്ട് സഹോദരങ്ങൾ. അത് നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാനൊരു ഇത് പറയാണ്, നമ്മൾ മാത്രം കൊണ്ട് പറയാണ്. പൊതുവെ നമ്മൾ ഈ മുജാഹിദ് കുടുംബങ്ങളെ പരിശോധിച്ചാൽ ഒരു പരിധി വരെയൊക്കെ അവിടെ വീട്ടിലും അതിൻ്റെ ഒരു സന്തോഷവും ഒരു അവസ്ഥ ഉണ്ടാവാൻ കാരണം ഇടയ്ക്കിങ്ങനെ ഓരോ ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ഒക്കെ കേട്ട് അതനുസരിച്ചുകൊണ്ട് അവിടെ കുടുംബത്തിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. ഒരു സഹോദരി പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, അവര് വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ കൂടെ ജീവിച്ചൊരു 5-8 കൊല്ലം 8-10 കൊല്ലം ജീവിക്കുമ്പോഴൊക്കെ അവർക്കുള്ള ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഈ ഭർത്താവ് എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി ഗൾഫിക്കുന്ന വിചാരിച്ചത്. കാരണം ആ ദാമ്പത്യ ജീവിതത്തിന്റെ പ്രയാസങ്ങളെ കൊണ്ട് മുപ്പര് ഇവിടെ അല്ലെങ്കിൽ കുറച്ച് പൈസ ഇങ്ങനെ അയച്ചു തന്നിട്ട് ഞാനും കുട്ടികളും ഇവിടെ ആണെങ്കിൽ എത്ര സമാധാനമായിരുന്നു എന്നാണ്. അങ്ങനെ ഒരു പെണ്ണ് ആഗ്രഹിക്കണമെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അയാൾ ഗൾഫിൽ പോയി അവിടുന്ന് കുറച്ച് സീഡിയും കാസറ്റും ഒക്കെ കേട്ടുകാണ്ട് ഇങ്ങനെ ദീനൊക്കെ ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോൾ അവിടുന്ന് അയാൾ അതൊക്കെ ഇങ്ങോട്ട് അയച്ചു കൊടുത്തപ്പോൾ അതൊക്കെ കേട്ടു. അങ്ങനെ ശരിക്കും ഈ ഒരു ശരിയായൊരു ഖുർആനും ഹദീസും ഒക്കെ ദീനൊക്കെ മനസ്സിൽ കയറി വന്നപ്പോൾ എന്താ നിങ്ങൾ ആ മനസ്സിക്ക് അതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പറയാണ്, ഞാൻ ഉടനെ മൂപ്പരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊക്കെ നിർത്തിട്ട് പോന്നളി. എന്താ പറയാൻ കാരണം? അവർ പറയാം അന്ന് മുതൽ ആ ആശയം കിട്ടിയത് മുതൽ ഞങ്ങളൊരു പുതിയ കല്യാണം കഴിഞ്ഞ പോലെയാണ് ജീവിക്കണമെന്നാണ് അവർ പറയുന്നത്. സഹോദരങ്ങളെ, അറിവ് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വേണ്ടാത്തിനും വേണ്ടിനൊക്കെ ദേഷ്യപ്പെട്ട് എന്താണെന്നൊന്നും അറിയാത്ത, ഒരു അച്ചടക്കവും ഒരു ബോധവും ഒരു അറിവുമില്ലാത്ത ഒരു ജീവിതാവസ്ഥ സഹോദരങ്ങളെ എന്ത് സമാധാനം നമുക്ക് നൽകാം? നമുക്ക് അറിയണം, വിവരം വേണം. നമ്മളിപ്പോൾ ഈ കുടുംബശാസ്ത്രത്തിനാ വെച്ചത് ആളുകൾ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയാലേ മാറ്റം ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ നിക്കാഹ് കുത്തുബകളിലും ഇതേപോലെ കുടുംബ പ്രഭാഷണങ്ങളിലും സീഡികളിലൊക്കെ ആളുകൾക്ക് കുറെ അറിവ് നൽകിയപ്പോൾ അതിൻ്റെയൊക്കെ മാറ്റം കുടുംബ ജീവിതങ്ങളിൽ വന്നു. പല ആളുകളും ഫോൺ വിളിച്ച് പറയാറുണ്ട്, ഞങ്ങൾ ഇങ്ങനെ സീഡി വെച്ചു, ഇങ്ങനെ ക്ലാസ് കേട്ടു, അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന് ഭയങ്കര മാറ്റങ്ങൾ വന്നു ആളുകൾ പറയാറുണ്ട്. ഇതിലേറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ് നമ്മുടെ ലേണിംഗ് ക്ലാസ്സുകൾ. ആളുകൾക്ക് അത് അറിയില്ല. ലേണിംഗ് ക്ലാസ്സിന്റെ പ്രത്യേകത അവിടെ കുടുംബ സമയത്താണ് എല്ലാവരും വരിക. സഹോദരങ്ങൾ, ഓരോ നാട്ടിലുമുള്ള ലേണിംഗ് ക്ലാസ് അന്നത്തെ ഒരു ആഹ്ലാദ ദിവസമാണ്. അപ്പോൾ നമ്മുടെ സെലഫി സെന്ററിൽ എല്ലാ ബുധനാഴ്ചയും നടക്കുന്നു. ഏറ്റവും സന്തോഷം അത് എല്ലാവരും ഭാര്യയും കുട്ടികളും പാടെ അന്നൊരു മഗ്‌രിബിക്ക് വരിക, എന്നിട്ട് എല്ലാവരും അത് കേൾക്കാം. എന്തെങ്കിലും ഒന്നതിന്ന് കിട്ടും നമുക്ക്. നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ വീട്ടിൽ ഒരു പാലിക്കാൻ പറ്റുന്ന ഒരു മര്യാദയോ ഒരു ഉപദേശമോ ഒരു സമാധാനത്തിന്റെ വർത്തമാനമോ അവിടെ നമുക്ക് കിട്ടും. അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കളോട് കുട്ടികളുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ യഥാർത്ഥത്തിൽ അറിവ് സമ്പാദിക്കണം. പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ആരെങ്കിലും ഭാര്യമാർ ഇത്തരം ദീനി കാര്യത്തിന് വരാത്തുണ്ടെങ്കിൽ നിങ്ങൾ ഓലെ കൊണ്ടുവരണം, ഓലത് കേൾപ്പിക്കണം. അറിവ് മാത്രമാണ് മനുഷ്യനെ മാറ്റാൻ പ്രചോദനമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കേട്ടു പഠിച്ച ചില വിവരങ്ങളൊക്കെ നമുക്കുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മക്കളെയും കുട്ടികളെയൊക്കെ ഉപദേശിക്കാനും നേരാക്കി കൊണ്ടുവരാനും പറ്റുള്ളൂ. ഞാൻ ഈ പണ്ഡിതന്മാരുടെയൊക്കെ മഹാരഥന്മാരായ ലോകത്ത് കഴിഞ്ഞു പോയ ഉലമാക്കന്മാരുടെയൊക്കെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ മിക്കവാറും നമ്മൾ കേൾക്കാൻ തരങ്ങൾ
ഓലൊക്കെ ഒരു വാപ്പിയും വല്യപ്പി എല്ലാവരും ഉസ്താദുമാരും പണ്ഡിതന്മാരും അവരെ കുടുംബത്തിൽ ജനിച്ചവരാണ് യഥാർത്ഥത്തിൽ അത്യുന്നതന്മാരായ ആളുകളായി മാറിയിട്ടുള്ളത്. ഒരു വീട്ടിൽ ദീന് വേണം. വാപ്പക്ക് ദീനിനെ കുറിച്ച് അറിയണം, ഉമ്മക്ക് ദീനിനെ കുറിച്ച് അറിയണം. അപ്പൊ ആ അന്തരീക്ഷത്തിൽ വളരുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ഒരു ദീനിനെ കുറിച്ച് ഒരു വിചാരവും ചിന്ത ഉണ്ടാവുള്ളൂ സഹോദരങ്ങൾ. അതുണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ ദീനിന്റെ ചർച്ചകളും അതിന്റെ സംസാരങ്ങളും അതിന്റെ കാര്യങ്ങളും അതിനു വേണ്ടിയുള്ള പോക്കും അതിനു വേണ്ടി തിരിച്ചു വരും, അതിന് ഓട്ടോറിക്ഷ വിളിക്കലും അതിന്റെ സീഡിടലും അതിന്റെ സമ്മേളനത്തെ കുറിച്ചുള്ള വർത്താനം ഒക്കെ ഇങ്ങനെ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അതിനോട് താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവും. അവിടെ ഒരു ദീനി അന്തരീക്ഷം പഠനത്തിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരുമ്പോൾ എന്താ പുതിയ ദീനി ബോധം വരുമ്പോൾ എല്ലാവർക്കും മാറ്റം ഉണ്ടാവും. ഞാൻ ഉദാഹരണം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഓരോ തലത്തിൽ ഇപ്പോൾ തീരെ കുടുംബത്തിന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത ഒരു ഭർത്താവ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. അങ്ങനത്തെ ഒരു കുടുംബനാഥൻ ഉണ്ട് വിചാരിച്ചോളൂ നിങ്ങൾ. മൂപ്പർക്ക് വീട്ടിൽ എന്തായാലും ഒരു പ്രശ്നമല്ല, ആൾക്ക് അങ്ങനെ നടന്നു പോയിക്കോളും. ഭാര്യ എവിടുന്നെങ്കിലും, എനിക്കറിയാം അങ്ങനെ. ഒരു സ്ഥലത്ത് ഒരു പഴയ തറവാട്ട് വീട്ടിൽ അവിടുത്തെ ഉടമസ്ഥന് കാരണോല എങ്ങനത്തെ ആളാരെങ്കിൽ എനിക്ക് അയാളെ നേരെ പരിചയം ഉണ്ടായത്. അയാളെന്താ വെച്ചാൽ ഒരു കാര്യമില്ല, മൂപ്പര് എവിടുന്നെങ്കിലും കുറച്ച് പൈസ കടം വാങ്ങുക, അതിന് കുറച്ച് സിഗരറ്റ് വാങ്ങുക, രാവിലെ ഒരു പത്രം മൂപ്പരെ വീട്ടിൽ വരും, ഒരു ചായ ഉണ്ടാക്കി കൊടുത്ത് വെച്ചിട്ട് മൂപ്പര് കാലും കയറ്റിച്ചിട്ട് അങ്ങനെ ആ പത്രം വായിച്ചൊരു 10 മണി വരെ ഇരിക്കും. അത് കഴിഞ്ഞ് ഒന്ന് പീടിയൊക്കെ പോകും, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറിനൊന്ന് വരും, പിന്നെ കുറച്ച് നേരം പുറത്ത് പോകും. ഒരു പരിപാടിയില്ല. ഇന്ന സഹോദരങ്ങളെ വീട്ടിൽ മുഴുവൻ പെൺകുട്ടികൾ. ഈ പെൺകുട്ടികളെ കൊണ്ട് ഈ ഉമ്മ കഷ്ടപ്പെടുക. അവരെന്ത് ചെയ്യുന്നവരെ പണിക്കാരെ വിളിക്കുക, മുറ്റത്ത് കുറച്ച് സ്ഥലമുണ്ട്, അവിടെ കുറച്ച് വായൊക്കെ വെക്കും, അത് വിൽക്കുമ്പോൾ കുറച്ച് പൈസ അതിന് എടുത്തേക്കും. അങ്ങനെ കഷ്ടപ്പെടുന്ന ഇവര് വെക്കുന്ന ഈ വായ ഒന്ന് നനക്കാനോ നോക്കാനോ ആ വരമ്പത്ത് ആ പണിക്കാരത്ത് പോയിരിക്കാൻ പോലും ഇയാളില്ല. അയാളൊരു മുണ്ടും തോളിലിട്ട് നല്ലൊരു വെള്ളക്കുപ്പായ ഇട്ടിട്ട് അങ്ങനെ അങ്ങോട്ട് കൂടി നടക്കും, ചായപ്പൊടിയിലൂടെ. ഞാൻ അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം സഹോദരങ്ങളെ, അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദീനിയായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതൊരു ഭയങ്കര ബാധ്യതയാണ് സഹോദരങ്ങളെ. പരലോകത്ത് വ്യഭിചരിച്ചോ കള്ളുടിച്ചോ എന്ന് മാത്രമൊന്നല്ല ചോദിക്കുക. എന്ത് ചോദിക്കുന്ന അറിയോ? നമ്മൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്നൊരു പെണ്ണിന് എല്ലാം നൽകേണ്ട ബാധ്യത നമുക്കാണ്. എൻ്റെ ഭാര്യക്ക് ഞാൻ നൽകുന്ന കാര്യം നൽകാൻ ലോകത്ത് മറ്റൊരാളെ കൊണ്ടും പറ്റൂല. ഒരാങ്ങളാർക്ക് പറ്റൂല, അവളെ വാപ്പാക്ക് പറ്റൂല, ആർക്കും പറ്റൂല. ചിലപ്പോഴൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എന്ത് ചെയ്യും, ഇപ്പൊ പെണ്ണുങ്ങൾ കെട്ടിച്ചോടത്ത് വന്നിട്ട് പറയും എനിക്ക് അവിടെ അങ്ങനെയാണ് പ്രശ്നമാണെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ആങ്ങളാര് പറയും ഈ ധൈര്യമായിട്ട് പോന്നോ, ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ എന്നാണ്. ആ ഒരു വർത്താനം ഉണ്ടാവുള്ളൂ. പോന്നോക്കണം, ബാക്കി കാണണമെങ്കിൽ. മനസ്സിലായി? അവർക്ക് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ പരിധിയുണ്ട്, പരിമിതികളുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പത്തെ ഒരു ആവേശം പറയാനേ പറ്റുള്ളൂ. പിന്നെന്താ വീട്ടിലൊരു തടവേകാരം കുറച്ച് ദിവസം നിൽക്കും. എന്തിന്? ഭർത്താവിനോട് പിണങ്ങാതെ തന്നെ ഒരു 20 ദിവസം പെരയിൽ പോയി നിന്നാൽ അറിയാം ബാക്കി വർത്താനം. എന്താ അറിയോ? തന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കണവും വീട്ടിൽ പോയി നിൽക്കേണ്ട വ്യത്യാസം കാണാൻ പറ്റും. സഹോദരങ്ങൾ, അത് അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവിന് നൽകാൻ പറ്റുന്നത് മറ്റാർക്കും നൽകാൻ പറ്റൂല. അതാണ് അതിന്റെ പ്രത്യേകത. അത് വെറും ശാരീരിക ബന്ധങ്ങൾ മാത്രമല്ല, ഭക്ഷണം മാത്രമല്ല, സംരക്ഷണവും സമാധാനവും എല്ലാം അങ്ങനെയാണ്. ഞാൻ ഇന്നും ആലോചിക്കും, ഒരു 50 വയസ്സായിട്ടുള്ള അയാൾക്ക്, ഞാൻ തന്നെ അയാളോട് പല കാലത്ത്, നമ്മളൊരു പ്രബോധകനായ വ്യക്തിയാണ് അദ്ദേഹം പഴയ കാലത്ത്, ഇപ്പൊ നമ്മളെ ഒപ്പുള്ള ആളല്ല. അപ്പൊ അദ്ദേഹത്തോട് എന്നും പറയും കല്യാണം കഴിക്കാൻ വേണ്ടി പറയും. അദ്ദേഹം കല്യാണം കഴിക്കൂല. അതിനൊക്കെ അദ്ദേഹം അത് പറയുമ്പോൾ അയാൾ എന്തെങ്കിലും ഒഴിഞ്ഞു മാറിപ്പോകും. ഇപ്പൊ 50 വയസ്സായിട്ടുണ്ടാവും. അവിടെ ബസ് സ്റ്റാൻഡിൽ ഞാൻ കണ്ടു അയാളെ ഭാര്യ. അപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, എന്തിപ്പോ ഇയാൾ കല്യാണം കഴിച്ചു? ചോദിച്ചു. ആ കല്യാണം കഴിച്ചു. അപ്പൊ എന്താണ് കല്യാണം കഴിച്ചത്? അതൊന്നും മൂപ്പർ ആരോടും പറഞ്ഞിട്ടില്ല. സഹോദരങ്ങൾ, പറയുന്നും വേണ്ട. വയസ്സും പ്രായം ആവുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും എന്തരും. ഇതിപ്പോ എന്താ വെച്ച് പിന്നെ ചോറിട്ടണമെങ്കിൽ ഹോട്ടലിൽ കയറിയാൽ പോലെ, കടന്നുറങ്ങണമെങ്കിൽ പള്ളി ഉണ്ടായാൽ പോലെ എന്നൊക്കെ ആദ്യ കാലത്തൊക്കെ ഇങ്ങനെ ആലോചിക്കും. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും ഇതൊക്കെ കൂടെ വരാൻ ഒരാൾ വേണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഒരു പുരുഷനെ പൂർണ്ണമായും സംരക്ഷിക്കാനും സഹായിക്കാനും ഭാര്യക്കല്ലാതെ ആർക്കാ പറ്റുക? ഉമ്മാക്ക് പറ്റൂ. പ്രായപൂർത്തിയായ ഒരു പുരുഷന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഉമ്മാക്ക് പറ്റൂ, അവന്റെ ഉമ്മാക്ക് പറ്റൂ. അവന്റെ ആൺമക്കൾക്ക് പറ്റൂ, അവന്റെ പെൺമക്കൾക്ക് പറ്റൂ. ആർക്കും പറ്റൂല. അത് ഭാര്യയ്ക്കേ പറ്റൂ. പടച്ചോൻ വെറുതെ ഉണ്ടാക്കിയ സംവിധാനമല്ല സഹോദരങ്ങൾ. ഒരു സ്ത്രീയെ പരിചരിക്കാൻ ആർക്കാ പറ്റുക? ഒരു സ്ത്രീക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവളെ നോക്കാൻ അവളെ ഉമ്മക്ക് പറ്റൂ, പെമ്മക്കൊക്കെ പറ്റൂ. അതിനൊക്കെ പരിമിതികളുണ്ട്. ചിലപ്പോൾ നമ്മൾ അനുവദിച്ചു കൊടുത്തു എന്ന് വരാം, പക്ഷെ അതിനൊക്കെ പരിമിതികളുണ്ട്. പക്ഷേ ഭർത്താവിനും ഭാര്യയ്ക്കും പരസ്പരം സഹകരിക്കാൻ പരിമിതികളില്ല. അത് അള്ളാഹു നമുക്ക് വെച്ച ഒരു അനുഗ്രഹമാണ്, ഒരു സന്തോഷമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ കാര്യങ്ങളിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു കാഴ്ചപ്പാടും ഈ ഒരു കാര്യവും അവസ്ഥയും വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? പരസ്പരമുള്ള സ്നേഹം. അത് ആ ഭർത്താവ് ചെയ്തു കൊടുക്കുന്ന കാര്യം ആർക്കും ചെയ്തു കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് അത് നിർവഹിച്ചു കൊടുത്തില്ലെങ്കിൽ നാളെ പരലോകത്ത് അയാൾ ഉത്തരം പറയേണ്ടി വരും. അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. എന്റെ ഭാര്യയ്ക്ക് ഒരു സ്വൈരം ഞാൻ കൊടുക്കാതെ എന്നാൽ എന്നോട് പടച്ചോൻ ചോദിക്കും. എന്റെ ഭാര്യന്റെ ആവശ്യങ്ങൾ ഞാൻ നിർവഹിച്ചു കൊടുത്തില്ലെങ്കിൽ എന്നോട് ചോദിക്കും.
വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ വല്ലദീനഹും ബിശഹാദാതിഹിം ഖായിമൂൻ വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. അമാനത്തുകൾ, കരാറുകൾ അതവർ പാലിച്ചു പോരും. എന്തൊരു കരാറ്! എന്താ സഹോദരങ്ങൾ അതിനേക്കാൾ വലിയ കരാറ്? ഒരു പെൺകുട്ടിനെ നോക്കി വളർത്തുന്ന വാപ്പന്റെ കൈ പിടിച്ചിട്ട് ഞാൻ ഏറ്റെടുത്തു എന്ന് ആയിരങ്ങളെ സാക്ഷിയാക്കി നിക്കാഹിന്റെ സദസ്സിൽ അള്ളാഹിന്റെ പേരുച്ചരിച്ചുകൊണ്ട് പറഞ്ഞാൽ അതിനേക്കാളും വലിയ കരാറെന്താ? നാളെ പരലോകത്ത് പടച്ചോൻ ചോദിക്കൂലേ, നിനക്ക് സാധിച്ചിട്ടും നിനക്ക് കഴിഞ്ഞിട്ടും നീ നിന്റെ ഭാര്യന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തിയോ എന്നൊരു ചോദ്യം ഉണ്ടാവും സഹോദരങ്ങളെ. ഒരു മനുഷ്യന് കുറ്റമാവാൻ എന്തു മതി അറിയൂ? അവനെ ഏൽപ്പിക്കപ്പെട്ടതിനെ പാഴാക്കി കളഞ്ഞാൽ മാത്രം മതി. അത് മാത്രം മതി പരലോകത്ത് കുറ്റകരമാണ്. ഈ ബോധം ഒരു പുരുഷനുണ്ടെങ്കിൽ സഹോദരങ്ങളെ ആ വീട് നന്നായി. അതേ പറഞ്ഞ ദീനോട് പരിഹരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു സ്ത്രീന്റെ കാര്യം ആലോചിച്ചു നിങ്ങൾ. പല സ്ത്രീകളും എങ്ങനെ വെച്ചാൽ ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല, ഈ പുരുഷന്മാർ ഭയങ്കരമായ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുമല്ലോ, ഉണ്ടാവും ഒരു സ്വാതന്ത്ര്യം. എനിക്കെന്റെ വാപ്പനോടും ഉമ്മനോടും ഇല്ലാത്തൊരു സ്വാതന്ത്ര്യം അതുണ്ടാവൂലേ? സ്വന്തം ഭർത്താവിനോടൊരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ലേ സഹോദരങ്ങൾ? എന്തു പറയാനും എന്ത് സംസാരിക്കാനും എത്ര അടുത്തിടപെടാനും സ്വാതന്ത്ര്യം ഉണ്ട്. പിന്നെ അടുത്ത് ഈ സ്വാതന്ത്ര്യവും ഈ അവസ്ഥയും എന്താ നിങ്ങൾ എന്ത് നിലക്കുള്ള ദേഷ്യപ്പെട്ട് വർത്താനം പറയാനും അയാൾ പറയുന്നൊക്കെ ചാടിക്കയറി മറുപടി പറയാനും എന്ത് പറയുമ്പോഴേക്കിനൊക്കെ അതിലൊക്കെ ദേഷ്യപ്പെടാനും ഇതിനൊന്നുള്ള സ്വാതന്ത്ര്യമല്ല അത്. കാരണം എന്താ അറിയും? ഒരു സ്ത്രീ ഏറ്റവും അധികം ബഹുമാനിക്കേണ്ടത് അവളുടെ ഭർത്താവിനെയാണ്. ഒരു സ്ത്രീക്ക് ഏറ്റവും അധികം കടപ്പാട് അവളുടെ ഭർത്താവിനോടാണ്. ഒരു പുരുഷൻ ഏറ്റവും വലിയ കടപ്പാട് അവൻ്റെ ഉമ്മയോടാണ്. നബിസ്വല്ലല്ലാഹു പഠിപ്പിച്ചത് അങ്ങനെയാണ്. അപ്പൊ സഹോദരിമാരെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളുടെ ഭർത്താവുമായുള്ള ബന്ധം എത്രമാത്രം നല്ലതാണോ അതാണോ നാളെ നിങ്ങളുടെ പരലോകവും സ്വർഗം തീരുമാനിക്കുന്നതിൽ പ്രധാന ഘടകം. ഞാൻ പറഞ്ഞ ഇവിടുത്തെ കാര്യം നടന്നു പോകാനല്ല, നാളെ പരലോകത്ത് സ്വർഗം കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. യാതൊരു സംശയ കാര്യത്തിൽ വേണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ തൃപ്തി, സന്തോഷം അതനുസരിച്ച് പ്രവർത്തിക്കണം. ഞാൻ പറഞ്ഞത് ഭർത്താവിനോട് സംസാരിക്കാൻ പാടില്ലെന്ന്, വർത്താനം പറയാൻ പാടില്ലെന്നില്ല. ഒരു ആദരിക്കപ്പെടേണ്ട ഒരാളോട് കാണിക്കേണ്ട ആ ആദരവ് തോന്നണം. ഞാൻ പലപ്പോഴും പല സുഹൃത്തുക്കളുമായും പല ഭർത്താക്കന്മാരുമായും സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു വേദന, എൻ്റെ സഹോദരിമാരറിയാൻ വേണ്ടി പറയാം, അവരൊക്കെ ഒരു വേദന എന്താണെന്ന് വെച്ചാൽ ഒരു നമ്മൾക്ക് കൊടുക്കേണ്ട ഒരു പരിഗണന, ഒരു നിലയും വിലയുണ്ടല്ലോ, അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ വെച്ചാൽ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോടൊരു അനാദരവ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഉമ്മ നിലയ്ക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ഒരു ബഹുമാനവും ഒരു ആദരവും കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു ബഹുമാനവും ആദരവും എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ദേഷ്യപ്പെട്ട് വർത്താനം പറയാം, പറഞ്ഞതിനൊക്കെ മറുപടി പറയാം, എന്തുപദേശിച്ചാലും തിരിച്ചു പറയാം, ഒന്നും പറഞ്ഞാൽ കേൾക്കാതിരിക്കാം. ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥ പറ്റൂല. അനുസരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 2 വാക്കാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ യോഗ്യത. സ്വർഗത്ത് പോകാനുള്ളൊരു യോഗ്യതയാക്കിയിട്ട് ഒരു സ്ത്രീക്ക് പ്രത്യേകമായി പറഞ്ഞ 2 കാര്യങ്ങൾ എന്തായാലും. ഒന്ന്, അവളുടെ വസ്ത്രങ്ങളെ, മുഖ്യസ്ഥാനങ്ങളെ മറക്കുക. അതായത് ഭർത്താവിനോട് പെരുമാറുന്ന പോലെ, ഭർത്താവിന് കാണിച്ചു കൊടുക്കുന്ന പോലെ, ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ മറ്റൊരു പുരുഷനിൽ നിന്ന് പ്രതീക്ഷിക്കാതിരിക്കുക. അഹ്സനത്ത് ഫർജഹ, മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുക. ഇത് പെണ്ണുങ്ങൾക്ക് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. എങ്ങനെ ഡ്രസ്സ് ഇട്ടാലും അത് കുറച്ചൊന്നും ഇങ്ങനെ റെഡി ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്തോ ഒരു കുറവുള്ള മാതിരി തോന്നും. അത് എത്ര ശ്രദ്ധിച്ചാലും എത്ര ന്യായീകരിച്ചാലും പൂർണ്ണമായും ശരിയായി എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഹിജാബ്, വസ്ത്രധാരണം. മറ്റൊന്ന് പറഞ്ഞത് അത്താഅത്ത് ബഅലഹാദ, ഭർത്താവിനെ അനുസരിക്കാം. ഇത് ഞാൻ വെറുതെ പറയുന്ന ഒരു തത്വമല്ല. നരകത്തിൽ ഏറ്റവും അധികം സ്ത്രീകളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞ വാക്ക് യക്ഫുർനൽ അഷീർ എന്നാണ്. ഭർത്താക്കന്മാരുടെ അവർ നന്ദികേട് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങളും വർത്തമാനങ്ങളും മറുപടികളും പറയുമ്പോൾ ആ ഭർത്താവ് ഒന്നിനും കൊള്ളാത്തവരും ഒന്നും ചെയ്തു തരാത്തവനും തൻ്റെ കാര്യങ്ങൾ ഒന്നും നോക്കാത്തവനും ആണ്. ഒരു സ്ഥിരം പ്രയോഗം തന്നെ ഉണ്ട്, ഇന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സമയമില്ലല്ലോ, നാട്ടുകാരെല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് സമയമുണ്ടല്ലോ എന്നൊരു പക്ഷേ സഹോദരിമാർ സ്ഥിരമായി പറയാനുള്ള ഒരു പ്രയോഗമാണ്. ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. അപ്പം എന്താ അറിയൂ, ഭർത്താവിനോടുള്ള ഒരു ആദരവ്, ഒരു ബഹുമാനം, ഒരു സ്നേഹം, അതിന് സഹോദരിമാരെ നിസ്കരിക്കണ പോലെയും നോമ്പോൽക്കണ പോലെയും കൂലി കിട്ടും എന്ന് നഷ്ടം. മൂപ്പരിങ്ങനെ പറയാം, ഞാൻ അങ്ങനെ കേട്ട് നിൽക്കുക, എനിക്കൊന്നും പറയാൻ പറ്റൂല, ഇതെന്താ ഇത് കഥ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കുറച്ചു നേരം എങ്ങനെ കേട്ട് നിന്ന് ഒന്ന് സഹിച്ചാൽ ഇനി കൂലി കിട്ടുമെങ്കിൽ ഇപ്പം എന്താ? കൂലി കിട്ടുമെങ്കിൽ ഇപ്പം എന്താ? യാതൊരു പ്രശ്നമല്ല. ഒന്ന്, അത് വിശാല മനസ്സോടുകൂടെ കേൾക്കാൻ. അത് നമ്മുടെ ഭർത്താവ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അയാൾക്ക് എന്നെ പറയാൻ അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്.
ചീത്ത പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ ഒരു വിമർശനങ്ങൾ വരുമ്പോൾ തൽക്കാലം മറുപടി പറയാതെ ഒന്ന് മനസ്സ് സഹിച്ചു നിൽക്കാൻ, അത് ദീനോണ്ടേ പറ്റുള്ളൂ. അത് ദീനാണ് സഹോദരിമാരെ. അതൊരു സ്ത്രീ മനസ്സിലാക്കിയാൽ ആ സഹോദരിയെ കൊണ്ട് ഒരു പ്രയാസവും ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. സഹോദരങ്ങൾ, ഇത് തിരിച്ചുണ്ട്. ഞാൻ പറയാം, മക്കളെ കാര്യം, മക്കൾക്കൊരു ബോധം. നമ്മൾ എത്രയോ കുട്ടികൾ നമ്മളെടുത്ത് വരികയും അവർ നമ്മൾ സംസാരിക്കുകയും ചെയ്യാറുണ്ട്. ഏതൊരു കുട്ടിയും നമ്മൾ പറഞ്ഞത് കേൾക്കൽ എപ്പോഴാണെങ്കിൽ മോനെ വാപ്പാനും ഉമ്മാനെയും പറ്റി പറയുമ്പോഴാണ്. മോനെ, എൻ്റെ വാപ്പിയമ്മയും എൻ്റെ കാര്യത്തിൽ വലിയ ദുഃഖത്തിലും വലിയ വിഷമത്തിലാണ് മോനെ എന്ന് പറയുമ്പോൾ അതത് ശരിക്കും പറഞ്ഞ് മനസ്സിലാണ് പതിഞ്ഞാൽ ഒരു വിധം കുട്ടികളൊക്കെ കണ്ണെന്ന് വെള്ളം വരും. ഓൻ കരഞ്ഞു പോകും. വാപ്പനെയും ഉമ്മനെയും വിഷമിപ്പിക്കണ്ടെന്ന് മാത്രം ഒരു കുട്ടി തീരുമാനിച്ചാൽ മതി. എന്നാൽ ഓൻ വീട്ടിലത്തെ ഏറ്റവും നല്ല കുട്ടിയാവും. ഓൻ വീട്ടിലത്തെ 1-ാം നമ്പർ കുട്ടിയേക്കാണ്. എൻ്റെ ഉമ്മക്കും എൻ്റെ ഉപ്പക്കും ഒരു വിഷമം ഉണ്ടാകാൻ പറ്റൂല. അതിന് അള്ളാഹുവിന്റെ റസൂൽ ഉപയോഗിച്ച പാപം തന്നെ എന്താ വെച്ചാൽ അക്ബറുൽ കബായിർ, മഹാപാപങ്ങൾ ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് ഉഖൂഖുൽ വാലിദൈനാണ്. ഉഖൂഖുൽ വാലിദൈൻ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ എന്ത് ചെയ്യുക? വേദനിപ്പിക്കുക. അക്ക എന്ന് പറഞ്ഞാൽ അർത്തു എന്ന വാക്കിന്റെ അർത്ഥം. അക്കീക്ക എന്നൊക്കെ നമ്മൾ പറയും, അതൊക്കെ അർക്കിടിനാ പറയും. അതായത് വാപ്പനി ഇമ്മനി അറുക്കുക എന്നാ ശരിക്കും. പ്രയാസപ്പെടുത്തുക. എന്താ പ്രയാസപ്പെടുത്തുക പറഞ്ഞാൽ ഇത്രമാത്രം സഹായങ്ങളും സ്നേഹങ്ങളും സഹകരണങ്ങളും തരുന്ന വാപ്പാക്കും ഉമ്മാക്കും എതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴേക്കിന് ഈ മകൻ എൻ്റെ കുട്ടിയാണല്ലോ അത് ചെയ്തത് എന്ന് ഓർക്കുമ്പോൾ മനസ്സിലൊരു പ്രയാസം വരാനുണ്ട്. ആ പ്രയാസം മാതാപിതാക്കൾക്ക് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഏറ്റവും വലിയ മഹാപാപം എന്ന് പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. അള്ളാഹുവോടുള്ള ആരാധനയോടൊപ്പം ചേർത്തിട്ടാണ് മാതാപിതാക്കൾക്കുള്ള നന്മയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. സഹോദരിമാരെ, ഈ ബോധം നമ്മളെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ കുട്ടികൾ നന്നായി. നമ്മുടെ കുട്ടികൾ നന്നാവാൻ എന്താ മാർഗം? അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ നന്നാകാൻ എന്താ മാർഗം? ഭർത്താവ് നന്നാകാൻ എന്താ മാർഗം? ഈ നിലക്കുള്ള ഉപദേശങ്ങളും ദീനിയായ കാഴ്ചപ്പാടുകളുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ കുറച്ചൊരു ശ്രദ്ധ, ഞാൻ അതാണ് പൊതുവായിട്ട് പറയുന്നത്. ഇനി എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രശ്നങ്ങളുമാണ് വീട്ടിൽ, മക്കളോടായാലും ഭാര്യ ഭർത്താക്കന്മാരായാലും എല്ലാവരും തമ്മിൽ. അതിനുള്ള ഏറ്റവും വലിയൊരു പരിഹാരം ഞാൻ പറഞ്ഞുതരാം. ഒരു വലിയ പ്രയാസമൊന്നുമില്ല സഹോദരങ്ങളെ. ചെറിയൊരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ നമുക്കത് നടക്കും. എന്ന് പറഞ്ഞാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരാൾ വന്നു. നബി പറഞ്ഞു സഅല റജുലുൻ, നബിനെ തോന്നിട്ട് ഒരാൾ ചോദിച്ചു ഔസിനി, നബി എനിക്കൊരു നല്ല ഉപദേശങ്ങൾ തരണം. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ തഗ്ളബ്, ദേഷ്യപ്പെടരുത്, കോപിക്കരുത്. അപ്പൊ അയാൾക്കത് അത്ര വലിയൊരു ഉപദേശമായിട്ടൊന്നും തോന്നിയില്ല. അപ്പൊ അയാൾ പിന്നെയും ഇങ്ങനെ ചോദിച്ചു, നബി ഒരു ഉപദേശം എനിക്ക് തരും. അപ്പൊ നബി വീണ്ടും പറഞ്ഞു ലാ തഗ്ളബ്, ദേഷ്യപ്പെടരുത്. സഹോദരങ്ങൾ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. നിങ്ങൾ ഇന്നിപ്പോ ഇവിടെ ഈ കൂടിയ ആൾക്കാരുണ്ടല്ലോ, നിങ്ങളിപ്പോ നിങ്ങളെ ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു തീരുമാനം മാത്രം എടുത്താൽ മതി, പുറന്തു വേണ്ട. അതായത് ദേഷ്യപ്പെടില്ല എന്നൊരു തീരുമാനം. ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, എപ്പോഴൊക്കെ നമ്മളെ കുട്ടികളോട് വർത്താനം പറയുന്നുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് ദേഷ്യം വരുമ്പോഴാണ് പറയല്. ദേഷ്യം വന്നുങ്ങാണ്ട് വർത്താനം പറയല്. എന്തെങ്കിലും നമ്മളെ ദേഷ്യം പഠിപ്പിക്കുന്ന കാര്യം കുട്ടികൾ ചെയ്യും, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ നിലയും വിട്ട് ദേഷ്യപ്പെട്ടു പറയും. അതേമാതിരി തന്നെ എന്തെങ്കിലും ഒന്ന് ഭാര്യ പറയുമ്പോഴേക്കും ദേഷ്യപ്പെട്ടാണ് ഭർത്താവ് പ്രതികരിക്കുക. ഭർത്താവ് എന്തിനു പറഞ്ഞ ദേഷ്യം. ഈ ദേഷ്യമില്ലാതെ വർത്താനം പറയാൻ പറ്റിയാൽ തന്നെ എല്ലാ പ്രശ്നവും തീരും. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞു, ഞാൻ ഇനി ഒരിക്കലും എൻ്റെ ഭർത്താവിനോട് ദേഷ്യപ്പെടൂല, എൻ്റെ ഭാര്യനോട് ദേഷ്യപ്പെടില്ല എന്നൊന്ന് തീരുമാനിച്ചോ നിങ്ങൾ, പിന്നെ ആ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ദേഷ്യമില്ലാത്തപ്പോ പറയാം, സമാധാനമായിട്ട് പറയാം. ദേഷ്യം വരുമ്പോൾ എന്താ മിണ്ടാതെ നിൽക്കുക. അതാ ദേഷ്യം വരുമ്പോൾ ഏറ്റവും വലിയ പരിപാടി, മിണ്ടാതെ നിൽക്കുക. അല്ലെങ്കിൽ വേറെന്തെങ്കിലും പരിപാടിക്ക് നീങ്ങുക. ദേഷ്യപ്പെടില്ലെന്ന് ഒരാൾ തീരുമാനിച്ചാൽ ഒന്നില്ല. അതുകൊണ്ട് ജീവിതം മുഴുവൻ നന്നാവാനുള്ള ഒരു ഉപദേശം കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ വാക്കിൽ ഒതുക്കി ലാ തഗ്ളബ്, കോപിക്കരുത് എന്ന് മാത്രം പറഞ്ഞു. ഞാൻ പറഞ്ഞത്, കുട്ടികളോട് സംസാരിക്കുമ്പോൾ കോപം വരുമ്പോൾ ഞാൻ എൻ്റെ മക്കളോട് സംസാരിക്കുകയില്ല, ഞാൻ മിണ്ടാതിരിക്കുമെന്ന് തീരുമാനിച്ചാൽ തന്നെ സഹോദരങ്ങളെ, നിങ്ങളുടെ കുട്ടികളും നിങ്ങളും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ടാകും. എന്താ ഞാൻ പറഞ്ഞു കൊടുക്കും ആൾക്ക്, ഈ ഉമ്മമാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും, പൊന്നു സഹോദരിമാരെ, ഏറ്റവും വലിയ സ്വൈരക്കേട് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ വീട്ടിൽ കൊതുകുണ്ടാകുക എന്നുള്ളതല്ല, പിന്നെ തണുത്ത രാത്രിയിൽ പുതപ്പ് കിട്ടാതെ വെക്കുക എന്നുള്ളതല്ല, പിന്നെന്താ ഏറ്റവും വലിയ സ്വൈരക്കേട് പറഞ്ഞാൽ വിശക്കുമ്പോൾ ഭക്ഷണം കിട്ടാതെ വെക്കുക എന്നുള്ളതല്ല, കിടക്കാൻ ഒരു കട്ടിലില്ലാതിരിക്കലല്ല. ഏറ്റവും വലിയ സ്വൈരക്കേട് എന്താ നിങ്ങൾ ഒരാൾ നമ്മളെ പിന്നാലെ നടന്ന് ഇങ്ങനെ നമ്മളെ പറയുന്നേ അതിനെ ഏറ്റവും വലിയ സ്വൈരക്കേട്. ഒരാൾക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വൈരക്കേട് എന്താന്ന് ചോദിച്ചാൽ ഒരു സ്വൈരവും തരാതെ പിന്നാലെ ഇങ്ങനെ നടന്ന് പറയുന്നേ. ഇതിനേക്കാളും വലിയ സ്വൈരക്കേട് എന്താണ്? അതുകൊണ്ട് ഈ കാര്യം പടച്ചോൻ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞത് ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഖ്തീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ.
നാളെ പരലോകത്തെ ഒരു കുറ്റപ്പെടുത്തൂല ആരും. സ്വർഗത്തിൽ വെച്ച് ആരും നമ്മളെ കുറ്റപ്പെടുത്തൂല. പിന്നെ ആര് നമ്മോട് വർത്താനം പറയുമ്പോഴും മനസമാധാനമുള്ള വാക്യം പോലും പറയുള്ളൂ, സന്തോഷമുള്ള വാക്കേ പറയുള്ളൂ. കുറ്റപ്പെടുത്തുക, വിമർശിക്കുക. സഹോദരങ്ങളെ, ഒരു വിധമൊക്കെ വീട് ചെന്നാൽ, പ്രത്യേകിച്ച് വലിയ മൂത്ത പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഉമ്മാർക്ക് വലിയ ബേജാറാണ്. കാരണം ഇവർ ഈ അടുക്കളത്തെ പണിക്കൊന്നും കൂടൂല, ഒരു കാര്യം സഹകരിക്കൂല. പെൺകുട്ടിയൊക്കെ അധികം ഇഷ്ടം ഉറങ്ങലാണ്. സ്കൂളും കോളേജില്ലാത്ത പോയി കടന്നുറങ്ങുക, അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണത്തിൽ ഉണ്ടാക്കി കഴിക്കുക, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. മനസ്സിലായി? ചിലപ്പോൾ അസുഖമായി കിടക്കുമ്പോൾ പോലും ഒന്ന് അടുക്കളയ്ക്ക് വന്ന് നോക്കൂല നമ്മളപ്പുറത്തെ കുട്ടികൾ. ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ദേഷ്യം വരും. അപ്പോൾ ഓരോന്നിനും ദേഷ്യം. നേരം വിളിക്കുമ്പോൾ ആദ്യം തന്നെ എന്താ പറയാ, കടന്നുറങ്ങുക, പോത്തുപോലെ കടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടാണ് രാവിലെ തന്നെ വിളിക്കുക, ആയത്തെ വിളി. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ പറയേണ്ട സഹോദരങ്ങൾ അടുത്ത ഘട്ടം. ഇതിന് വൈകുന്നേരം വരെ ഇതാണ്. ആ കുട്ടി നേരിട്ട് കേൾക്കണതിന്റെ അപ്പുറം ഇനി വാപ്പ വന്നാൽ വാപ്പനെ നിർത്തിയിട്ട് ഇവിടുന്ന് ചെയ്തത് കേൾക്കണ്ടേ എന്ന് ചോദിച്ചിട്ട് പിന്നെ ഒരു നീണ്ട വിശദീകരണം ഉണ്ടാവും. ഒരു കുട്ടി എങ്ങനെയാണ്, അപ്പൊ ഈ കുട്ടികളെ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാത്ത ഭാഗ്യം എന്ന് ഞാൻ പറയണം. ഇങ്ങനെ പിന്നെ നമ്മളെങ്ങനെ സഹിച്ച് നിൽക്കുന്നത് വലിയ ഭാഗ്യം. ഞാൻ പറഞ്ഞത് ഇത് ഞാൻ വെറുതെ പറയല്ല. ഒരു കുട്ടി എന്നോട് പറഞ്ഞു, വാപ്പക്കും ഉമ്മക്കും മുഴുവൻ നല്ല ജോലിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നിനും കുറവില്ല. ആകെ ഒരു പെൺകുട്ടിയുള്ളൂ, ഓക്ക് എന്തൊക്കെ ഫാൻസി സാധനങ്ങളും ഡ്രസ്സും ചുരിദാറും എന്തൊക്കെ വേണോ ഒക്കെ വാങ്ങിക്കൊടുക്കും. കാരണം വാപ്പക്കും ഉമ്മക്കും ശമ്പളമല്ല. പക്ഷെ കുട്ടി പറഞ്ഞല്ലോ, സ്നേഹം എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പാരും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതെന്താ കാരണം? വാപ്പക്കും ഉമ്മക്കും ഞങ്ങളോട് മിണ്ടാൻ നേരല്ല. ഇമ്മാനോട് രാവിലെ എന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യം ഉണ്ട്. കാരണം എന്താ, ഉമ്മാക്ക് 8 മണിയാകുമ്പോഴേക്കിന് എല്ലാം റെഡിയാക്കി വൈകുന്നേരം വരേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി മൊത്തം വൃത്തിയാക്കി ഉമ്മാക്ക് പോകണം. ആ ഓട്ടത്തിനിടെ ഉമ്മാനോട് മിണ്ടാൻ ചെന്നാൽ ഉമ്മ എന്ത് ചെയ്യും? ദേഷ്യപ്പെടുന്നതാണ്. വൈകുന്നേരം വന്നാൽ രാത്രി 8 മണിയാകുമ്പോഴേക്കിന് എല്ലാ പരിപാടിയും ശരിയാവണം. പിന്നെ എപ്പോഴും ഉമ്മക്ക് നേരം നിങ്ങൾ കേൾക്കണം. കുട്ടികളുടെ സ്വഭാവം എങ്ങനെ വെച്ചാൽ, കുട്ടികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കുട്ടികൾ എങ്ങനെ ഒന്ന് സ്കൂളിൽ പോയി വന്നാൽ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, അവർക്ക് സ്കൂളിലേക്ക് പുറപ്പെട്ട് തിരിച്ചു വരുന്നവരെയുള്ള കഥ മുഴുവൻ നമ്മളോട് പറയേണ്ടി വരും. അതിനൊരു 1/4 മണിക്കൂർ വേണ്ടി വരും. സഹോദരിമാരെ, ആ വർത്താനങ്ങൾ തടസ്സപ്പെടുത്തരുത്. അത് കേട്ടോളം ഉണ്ടെങ്കിൽ അത് കേട്ടോളും. നമ്മളെ മക്കളോട് നമുക്കൊരു മനസ്സിന് ബന്ധം ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല സമയവും സന്ദർഭമാണ്. ആ സംസാരങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് നല്ല വർത്തമാനങ്ങളും കാര്യങ്ങളും പറയാം. അപ്പൊ നിങ്ങൾ കുറച്ച് അങ്ങോട്ടും പറയാം. എന്ത് പറയാം? അന്ന് പകൽ നടന്ന കുറച്ച് കാര്യങ്ങൾ പറയാം, നല്ല നിലക്ക് പറഞ്ഞു കൊടുക്കുക. ഇന്നിപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ കുറച്ച് ക്ഷീണമായിരുന്നു, ഞാൻ അന്ന് കുറച്ച് പണിയും കാര്യങ്ങളും ഭാരങ്ങളൊക്കെ കൂടി പ്രയാസമായി ബുദ്ധിമുട്ടി നിന്നു. ഞാൻ വിചാരിച്ചു നീ കോളേജ് വിട്ട് വന്നിട്ടൊക്കെ ശരിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ കുട്ടി കോളേജിൽ നിന്ന് വന്നിട്ടുള്ള ഇടങ്ങേറ് ആലോചിച്ച് ഞാൻ തന്നെ ഒക്കെ അങ്ങോട്ട് ശരിയാക്കി. എനിക്കിന്ന് ഭയങ്കര ഊരവേദനയും തലവേദനയൊക്കെയാണെന്ന് നിങ്ങളും കുറച്ച് വർത്താനം അവളോട് പറയാം. അപ്പോഴേ നിങ്ങളെ അവസ്ഥയൊക്കെ മനസ്സിലാവുള്ളൂ, അവളെ പ്രയാസങ്ങൾ മനസ്സിലാവുള്ളൂ. എന്നുവെച്ചാൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ പറയാം. അതിനിടയ്ക്ക് കുറച്ച് നല്ല ഉപദേശങ്ങളൊക്കെ പറയാം. പൊന്നു സഹോദരിമാരെ, ഒരു സ്വൈരവും കൊടുക്കാതെ പിന്നാലെ കൂടുന്നത് നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. അങ്ങനത്തെ കുട്ടികളാണ് ഏതെങ്കിലും വല്ല ഓട്ടോറിക്ഷക്കാരനോ ഏതെങ്കിലും വല്ല പിന്നെ അണ്ണാച്ചികളോ നമ്മളെ വീട്ടിൽ വല്ല പണിക്കോ വന്നാൽ ഓലേറ്റ് ലോകിയാവും. പിന്നെ ഓല മതിയെന്ന് പറയും, വാശി പിടിക്കും. ഇതെന്താ വെച്ചാൽ മനസ്സ് തുറക്കാൻ വാപ്പനിയും മനിയും കിട്ടാതിരിക്കുമ്പോൾ, മനസ്സ് തുറക്കാൻ വേറെ ആരോടെങ്കിലും തയ്യാറാകുമ്പോൾ നമ്മുടെ കുട്ടികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഒരു സ്വൈരം കൊടുക്കുക വീട്ടിൽ. ലാ തഗളബ്, നിങ്ങളുടെ മനസ്സിന്റെ കോപിക്കരുതെന്ന്. ഒരിക്കലും ദേഷ്യപ്പെട്ട അന്യോന്യം വർത്തമാനം പറയരുത്. ഭാര്യയും പറയരുത് ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യനോടും പറയരുത്, മക്കളോടും പറയരുത്. പൊന്നു സഹോദരങ്ങളെ, ഇന്ന് പോയി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ പരസ്പരം ദേഷ്യപ്പെട്ടൊന്നും പറയില്ലെന്ന് തീരുമാനിച്ചാൽ നമ്മുടെ വീടിനോളം സന്തോഷകരമായൊരു വീടുണ്ടോ? അയലോക്കക്കാർ ചോദിക്കും, എന്തേ ഇപ്പം നിങ്ങളെ വീട്ടിലേക്ക് പറ്റിയത്, ഒരൊച്ച അവിടുന്ന് കേൾക്കില്ലല്ലോ എന്നൊരു പക്ഷേ 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ അയൽവാസികൾ നിങ്ങളോട് ചിലപ്പോൾ പറഞ്ഞേക്കും. ഇതൊക്കെ ചില വീടുകളുടെ കാര്യം ഞാൻ പറയണം. അപ്പോൾ ഏതായിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഉപദേശങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? പാലിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്തായിരുന്നാലും എന്താ വെച്ചാൽ പരസ്പരം നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്തണം. അല്ലേ? ഒരു പുരുഷൻ നന്നാവുന്നത്, എല്ലാവരും നന്നാവുന്നത് നന്മ കൽപ്പിക്കും തിന്മ വിരോധിക്കും ചെയ്യുമ്പോൾ മാത്രമേ ആൾക്കാർ നന്നാവുള്ളൂ. അത് ഖുർആൻ പറഞ്ഞതാണ്, വൽതക്കും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറു ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഒരു ഉത്തമ സമുദായം നിങ്ങളിൽ ഉണ്ടാവണം എന്നാണ്. സഹോദരങ്ങൾ, ആ സമുദായം എപ്പോഴും അങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾ ഭാര്യ ചോദിക്കണം, അല്ല എന്താ പെങ്ങളെ പാൻറ് ആ നെരിയാണ്ട് താഴെ പോയിക്കണ്, എന്തിപ്പോ നിങ്ങൾക്ക് പറ്റിയത്? ആ ഒറ്റ ചോദ്യം മതി സഹോദരങ്ങളെ, പിന്നെ ശരിയാവും. മനസ്സിലായി? ഓരോ കാര്യങ്ങൾ എന്താ പെങ്ങൾ ഒന്നുണ്ടാക്കിയതിന്റെ കഥ, അതാ മുട്ടയിൻ്റെ ആ ഭാഗം എപ്പോഴും നനയാതെ കിടക്കും. അത് ഭാര്യ പറയുമ്പോൾ ശ്രദ്ധിക്കും. ഇങ്ങക്ക് കുറച്ച് ദേഷ്യപ്പോൾ കൂടിക്കണ്, എല്ലാവരോടും നിങ്ങൾ ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ കുറച്ച് ദേഷ്യത്തിലാണല്ലോ സംസാരിക്കുന്നത്. നമുക്ക് നമ്മളെ പറ്റി അറിയില്ലല്ലോ സഹോദരങ്ങളെ. തിരുത്ത ആവശ്യമാണ്. അതുകൊണ്ട് ഭാര്യക്ക് കുറേ കാര്യം ഭർത്താവിന് ഉപദേശിക്കാൻ, ഭർത്താവിന് കുറേ കാര്യം ഭാര്യയെ ഉപദേശിക്കാൻ, അതിലേറെ കാര്യം നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ.
പക്ഷേ ഒരു ദുഃഖം ഞാൻ നിങ്ങളോട് പറയുന്നു, ഉപദേശിക്കാൻ നമുക്ക് ആർക്കും അറിയില്ല. വലിയ പ്രശ്നമാണ്. ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താന്ന് വിചാരിച്ചാൽ അത് എന്തെങ്കിലും പറയുമ്പോഴേക്കും ദേഷ്യപ്പെട്ട് തട്ടിക്കേറി പറയുന്നതിന് ഉപദേശം ഒന്നും പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഉപദേശം ഇപ്പൊ നമ്മൾ ഭാര്യനെ ഉപദേശിക്കുകയാണ്. എങ്ങനെ ഉപദേശിക്കണോ വെച്ചാൽ അവളുടെ തട്ടമോ അവളുടെ വസ്ത്രമോ ഒരു മോശപ്പെട്ട അവസ്ഥയിൽ കാണുമ്പോൾ നമ്മൾ ഉപദേശം തുടങ്ങുകയാണ്. എന്തപ്പൻ്റെ കോലം, ഇങ്ങനെ മനുഷ്യന്മാർ നടക്കേണ്ടത്, ഞാനല്ലാതെ ആരാണക്കുള്ളത്, ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനും കാണാനും ആരാണക്കുള്ളത് ആണ് തുടങ്ങും. എന്നിട്ട് അതിന് ആയത്വ ഹദീസും സൂറത്ത് നിസാഹെന്നും സൂറത്ത് നൂറെന്നും ഒക്കെ ആയത്വ ഹദീസും പറഞ്ഞിട്ടേ കാര്യം പറയുന്നുണ്ടാകും. അതിന് ഉപദേശം അറിയില്ല. ആ ഉപദേശം തരും. അങ്ങനത്തെ ഒരു ദേഷ്യവും കോപമൊന്നും ഇല്ലാതെ വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും നിന്ന് വിളിച്ച് ഒരു നല്ല സമയത്ത് പരസ്പരം തെറ്റാതെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതാണ് ഉപദേശത്തിന്റെ ശൈലി. ഇത് മക്കളോട് പറയുമ്പോഴും എല്ലാവരോട് പറയുമ്പോഴും സഹോദരങ്ങളെ, നസീഹത്ത് എന്ന വാക്കാണ് ഉപദേശത്തിന് പറയാം. ആ വാക്കിന് മറ്റൊരർത്ഥമുണ്ട്, ഗുണകാംക്ഷ. ഉപദേശങ്ങൾക്ക് മുഴുവൻ ഉണ്ടാകേണ്ട ഒരു പ്രത്യേകത ഗുണകാംക്ഷ. അതായത് കേൾക്കണമെന്ന് തോന്നണം. അത് ഇന്നോടുള്ള ദേഷ്യം കൊണ്ട് പറയല്ല, ഇന്നെ മുതലാക്കാൻ വേണ്ടി പറയല്ല, ഞാൻ നന്നാകാൻ വേണ്ടി പറയാണ് എന്ന് കേൾക്കണമെന്ന് തോന്നണം. അതിനെ ഉപദേശം തരാൻ പറ്റും. വേറെ ഒന്നിനും ഉപദേശം തരാൻ പറ്റില്ല. അപ്പൊ ഒന്ന് വെറുതെ ചിന്തിച്ചെന്ന് കാര്യം പറയും, നമ്മൾ ഇതുവരെ ആരും ഉപദേശിച്ചിട്ടുണ്ടാവില്ല. ഇതാണ് ഉപദേശത്തിന്റെ നിർവചനമെങ്കിൽ നമ്മൾ ഇതുവരെ ആരും ഉപദേശിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് മക്കളോട് പറയുമ്പോഴും നല്ല നിലക്ക് പറഞ്ഞു കൊടുത്താൽ അവരതൊക്കെ കേൾക്കും. പരസ്പരമുള്ള ഉപദേശം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ച ഒരു സന്ദർഭം വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നബിന്റെ വീട്ടിക്ക് ഒരു ഭാര്യ കൊടുത്തയച്ച ഭക്ഷണ സാധനം വീട്ടിലേക്ക് എത്തണം. അപ്പുറത്ത് ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പൊ നബിന്റെ വീട്ടിലാകുമ്പോൾ എനിക്കെന്നെ നബിനെ സൽക്കരിക്കണം എന്നാണ് ആയിഷയുടെ ആഗ്രഹം. അപ്പോ മറ്റേ ഭാര്യ സാധനം കൊടുത്തയച്ചപ്പോൾ അത് അത്ര ഇഷ്ടമായില്ല. അപ്പൊ എന്താ പറയുക, ഒന്നാണ് തട്ടിയപ്പോൾ ആ പാത്രം നിലത്ത് വീണുടഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? അവിടെ ഒരു ഉപദേശം പറയേണ്ട സമയമാണല്ലോ അല്ലേ? ആ ഉപദേശം നമുക്ക് ചരിത്രത്തിൽ വായിക്കുമ്പോൾ കാണാൻ പറ്റും. എങ്ങനെ ഉപദേശിച്ചാൽ നിങ്ങൾ നബി ഇങ്ങനെ കയ്യും കെട്ടി നിന്നിട്ട് എന്തേ ഇപ്പൊ കാട്ടിയെന്നല്ല ചോദിച്ചത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അവിടെ മെല്ലെ നിന്നു. അപ്പൊ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യുക? ആ പാത്രം അവിടെ നിലത്ത് കിടക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിനയത്തോടെ നിന്ന് ആ പാത്രത്തിന്റെ കഷ്ണങ്ങൾ പെറുക്കിയെടുത്തിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞ വാക്കെന്താ അറിയൂ? എന്ത് പണിയെ കാട്ടിയെന്നല്ല ചോദിച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചോദിക്കാറില്ല എന്നാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല, അങ്ങനെ നബി വേലക്കാരോട് പോലും ചോദിക്കൂല എന്നാണ്. ആർക്കാ അതിന് പറ്റുക? എന്തേ ഇങ്ങനെ ചെയ്തത്, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല ചോദ്യമില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭക്ഷണം എനിക്ക് തന്നതാണ്, അത് പോയിക്കോട്ടെ. ഈ പാത്രം അവളതല്ലേ, ആ പാത്രം നീ അവൾക്ക് കൊടുക്കണം എന്നാണ്. നോക്കൂ നിങ്ങൾ, പ്രശ്നം നമ്മളൊന്നും ചിന്തിക്കാത്തൊരു കോണിലൂടെയാണ് ഉപദേശം. പള്ളിയിൽ ഒരാൾ മൂത്രമൊഴിച്ചു. പള്ളിയിൽ മൂത്രമൊഴിച്ചാൽ ആൾക്കാരെ മനസ്സെന്തേക്കാരം എല്ലാവരും പാടെ വട്ടം കൂടി അയാളെ കൈകാര്യം ചെയ്യാൻ ഒരുങ്ങി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആദ്യം പറഞ്ഞ് അയാൾ മൂത്രമൊഴിച്ചോട്ടെ എന്നാണ്. എന്താ? അയാൾ പള്ളിയിൽ മൂത്രമൊഴിച്ചോട്ടെ. എന്താ? അയാൾ ഒഴിച്ച് അവിടെ വെച്ച് നിർത്തിയാലും ബാക്കിയും കൂടി ഒഴിച്ചാലും രണ്ടും ഫലം ഒന്നാണ് പള്ളിക്ക്. അയാളിപ്പോ പകുതി വെച്ച് നിർത്തിയാലും ബാക്കിയും കൂടി ഒഴിച്ചാലും കണക്കാണ്. ഒരു അറാബിയാണ്, അയാൾ ഒഴിക്കാൻ അനുവദിച്ചു. ആൾക്കാരൊക്കെ മാറി നിന്നു. ഒഴിച്ചതിന് ശേഷം അയാളെ മെല്ലെ പിടിച്ചുകൊണ്ടായി. അത് വൃത്തിയാക്കേണ്ട ചുമതല അയാൾക്കല്ല കൊടുത്തത്, ബാക്കിയുള്ള ആൾക്കാർ അത് വൃത്തിയാക്കി. എന്നിട്ട് അദ്ദേഹത്തെ ഒഴിച്ചു കൊണ്ടുപോയി പറഞ്ഞു കൊടുത്തു, ഇത് അള്ളാന്റെ പള്ളിയാണ്, ഇവിടെ മൂത്രമൊഴിക്കുന്നത് ശരിയല്ല എന്ന് അയാളെ ബോധ്യപ്പെടുത്തി കൊടുത്തു. സഹോദരങ്ങൾ, ഉപദേശങ്ങൾക്കൊരു ശൈലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും ബുദ്ധിപരമായി നബിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്ന ഭാര്യയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. പല സന്ദർഭങ്ങളിൽ നബിക്ക് നിർണായകമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഉംറക്ക് വേണ്ടി പോയ സന്ദർഭത്തിൽ, ഹുദൈബിയയുടെ സമയത്ത് ഉംറക്ക് വേണ്ടി പോയ സമയത്ത് അപ്പുറത്തേക്ക് മക്കത്തേക്ക് കിടക്കാൻ പറ്റൂല എന്ന് മക്കത്തെ മുശ്രിക്കീങ്ങൾ പറഞ്ഞു. സ്വന്തം നാട്ടിക്ക് കയറാൻ പറ്റൂല എന്നാണ്. ഉംറ എന്ന ആരാധനയ്ക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പ്രകോപിതരായി. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൽക്കാലം പോണ്ടെന്ന് തീരുമാനിച്ചു. നബിന്റെ തീരുമാനം സഹാബത്തിന് പോലും അംഗീകരിക്കാൻ പറ്റിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു. പല സന്ദർഭങ്ങളും ഉണ്ടായി. അപ്പൊ നബി ഇങ്ങനെ ദുഃഖിതനായിരിക്കാൻ, എല്ലാവരും ഇഹ്റാമൊന്നും ഒഴിവാകാൻ തയ്യാറാകുന്നില്ല. ആ സമയത്ത് നബിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഉമ്മു സലമ റളിയല്ലാഹു നബിയോട് പറഞ്ഞു, നബിയെ നിങ്ങളങ്ങോട്ട് ഇഹ്റാമൊന്നും ഒഴിവായിക്കളി, നിങ്ങളാണ് തഹല്ലുലായിക്കളി, എന്നാ ബാക്കിയുള്ളവരൊക്കെ അതേപോലെ ആയിക്കോളും എന്ന ഉപദേശം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. സഹോദരങ്ങളെ, എല്ലാ സന്ദർഭങ്ങളിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രിയാത്മകമായും ബുദ്ധിപരമായുമാണ് എല്ലാ കാര്യത്തിലും ഇടപെടുന്നത്. വെറുതെ ദേഷ്യം പിടിച്ചിട്ടും, ദേഷ്യം പിടിക്കുമ്പോഴും അതേപോലെ തന്നെ ഉപദേശങ്ങളുടെ രൂപത്തിലാകാതിരിക്കുമ്പോഴും നമ്മുടെ കുട്ടികൾ വിചാരിക്കും എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും എന്നോട് എന്തോ ഒരു വിരോധമുണ്ട്. ചില കുട്ടികൾ അങ്ങനെ പറയലുണ്ട്. എങ്ങനെയും വിരോധം ഉണ്ടാവും. അത് ഈ വർത്താനത്തിന് കുട്ടി മനസ്സിലാക്കിയെടുക്കുകയാണ്, എന്തോ ഒരു ദേഷ്യമുണ്ട് എന്നോട്, അല്ലെങ്കിൽ ഇന്നെ തന്നെ എപ്പോഴും ഇങ്ങനെ പറയുള്ളൂ. അപ്പൊ ചില കുട്ടികളെ കുറച്ച് കുരുത്തക്കേട് കൂടുതലേക്കാണ്, അതുപോലെ കുറച്ച് കൂടുതൽ പറയേണ്ടി വരും. അപ്പൊ ആ കുട്ടിയൊക്കെ തോന്നും
താത്താനോടും കാക്കാനോടും ഒന്നും ഉമ്മാക്ക് പ്രശ്നമല്ല, എന്നോടാ പ്രശ്നം എന്ന് തോന്നും. അതൊക്കെ കുട്ടികളുടെ മനസ്സിൽ വലിയ വേദനകൾ സൃഷ്ടിക്കും. അതുകൊണ്ട് ഉപദേശങ്ങൾ എപ്പോഴും ഗുണകാംശപരമായി നോക്കുങ്ങൾ. ആ ലുക്മാൻ തൻ്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ ഇത് വായിച്ചു, എത്ര യാബുനയ്യ, എൻ്റെ കുഞ്ഞു മകനെ എത്ര സ്നേഹത്തോടെ വിളിച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരസ്പരം നമ്മൾ തിരുത്തണം, എല്ലാം നല്ല നിലക്ക് പറഞ്ഞു കൊടുക്കണം. പക്ഷേ അതൊന്നും ദേഷ്യപ്പെട്ടും കോപിച്ചും ആകാൻ പറ്റൂല എന്നല്ലാതെ. ഇപ്പോൾ ചിലപ്പോഴൊക്കെ എന്താ വെച്ചാൽ നല്ല നല്ല കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ അതാ സങ്കടം. ഇപ്പോൾ നാളെ ഒരു കല്യാണം ഉണ്ട്, നമുക്ക് ഏതായാലും നാളെ എനിക്ക് ഒഴിവാണ്, നമുക്കൊന്ന് ഒന്നിച്ചൊരു യാത്ര, ഉഷാർ. കുട്ടികളൊക്കെ രാവിലെ നേരത്തെ നീച്ച് കുട്ടികൾക്ക് പുതിയൊരു വസ്ത്രമൊക്കെ തലേന്ന് തന്നെ എടുത്ത് ഒക്കെ ഉഷാറാക്കി. അങ്ങനെ എന്ത് ചെയ്തു, ഇറങ്ങാൻ സമയത്ത് കുറച്ച് നേരം എന്ത് ചെയ്തു, ഇറങ്ങാൻ പറഞ്ഞിട്ട് ഭാര്യ കുറച്ച് നേരം വൈകി. ഉണ്ടാവുമല്ലോ, വീട്ടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പാടെ പൂട്ടി ഇറങ്ങണേ കുറച്ച് സമയം ഉണ്ടാവും. മൂപ്പര് മുറ്റത്ത് ഇങ്ങനെ കാത്തുനിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തു, ഇറങ്ങാൻ കുറച്ച് വൈകി. അപ്പോൾ ഇറങ്ങാൻ വൈകിനെ പറ്റിയൊരു ചോദ്യം, ഇന്നലെ രാത്രി വന്ന് പറഞ്ഞല്ലോ എന്നോട്, ഇപ്പം എപ്പോഴാണ് ഇറങ്ങണേ? ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്കും എല്ലാവരും അവിടെ വന്നിട്ടുണ്ടാവും. എന്തൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെ അവൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു. പിന്നെന്താ നിങ്ങൾ ഈ ഓട്ടോറിക്ഷയിൽ നിന്ന് അവിടെ ഇറങ്ങണ വരെ ഈ വിഷയം ചർച്ച ചെയ്യാം. അങ്ങനെ രണ്ടാളും മുഖം കറുപ്പിച്ച് കല്യാണത്തിനാണ് പോകും. ആ പോക്കിന്റെ സന്തോഷം അവിടെ കഴിഞ്ഞു. പിന്നെ കല്യാണത്തിന് ചെന്ന പോലെ ഭക്ഷണം കഴിച്ച് തിരിച്ചു പോരുമ്പോൾ എന്ത് ചെയ്യും, തിരിച്ചു പോരുമ്പോൾ അതിൻ്റെ ബാക്കി പറയും. ജീവിതത്തിൽ എത്ര സമയവും എത്ര സന്തോഷ നിമിഷങ്ങളുമാണ് സഹോദരങ്ങളെ അനാവശ്യമായി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ദേഷ്യം വന്നാൽ യഗ്ഫിറൂൻ, അവരതൊക്കെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞ ദേഷ്യമില്ലാതെ സ്നേഹത്തോടുകൂടെയും ഗുണകാംക്ഷയോടുകൂടെയും നമ്മൾ ഉപദേശിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പരസ്പരം എല്ലാ കാര്യങ്ങളെയും തിരുത്താൻ നമുക്ക് പറ്റും. അതേപോലെ എനിക്ക് പറയാനുള്ളത് സഹോദരങ്ങളെ, നമ്മുടെ ഒരു വീട് ഒരു രാഷ്ട്രമാണ്, ഒരു ഭരണകൂടമാണ്. അവിടെ കുറച്ചൊരു വ്യവസ്ഥയൊക്കെ വേണം, ഒരു ചിട്ടയൊക്കെ വേണം. എല്ലാവരെയും ബുദ്ധിമുട്ടാക്കാനും പ്രയാസപ്പെടുത്താനും ഒന്നുമല്ല. അത് നമ്മൾ കുറച്ചൊരു ചിട്ട ഉണ്ടാക്കണം. തരും ആണുങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒരു പള്ളി പോയി നിസ്കരിക്കണം. അത് ഇസ്ലാമിൻ്റെ ഒരു നിയമമാണ്, അതിനൊരു സൗകര്യമാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ആളുകളൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയി വീട് വെക്കും, വീട് വെക്കുന്നതിന് എന്താ അറിയോ, യാതൊരു വ്യവസ്ഥയില്ല. അത് മെയിൻ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് റോഡിൽ നിന്ന് പിന്നെ വണ്ടി കയറാൻ പറ്റണമെന്ന് മാത്രമേ ഉള്ളൂ. സഹോദരങ്ങൾ, ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കാം? അടുത്ത് പള്ളിയില്ലാതെ, ഞങ്ങൾക്ക് പള്ളിയില്ലാതെ എങ്ങനെ ജീവിക്കാം? എങ്ങനെ നമ്മൾ ജീവിക്കാം? നമ്മുടെ കുട്ടിയൊക്കെ ഒരു മദ്രസ കിട്ടൂല, വക്തിന് നമുക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിൽ പോകാൻ പറ്റൂല. എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ? ചിന്തിക്കാൻ പോലും പറ്റും. ഞാൻ പറഞ്ഞു, നിങ്ങൾ വീടുണ്ടാക്കുമ്പോൾ തൊട്ടടുത്ത് പള്ളി വേണം, അത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. ഞാൻ പറഞ്ഞു, പള്ളി പോയി നിങ്ങൾ നിസ്കരിക്കണം, അതിൻ്റെ വലിയൊരു ബർക്കത്താണ് ജീവിതത്തിൽ. അപ്പം അത് വീട്ടിലൊരു നിയമമാണ്. എല്ലാവരും നിസ്കരിച്ചോ നിങ്ങൾ ഉറപ്പ് വരുത്തും. മനസ്സിലായി? ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. തൻ്റെ മകനോട്, തൻ്റെ മക്കളോട് എന്ത് ചെയ്യുന്നു? നിസ്കാരത്തിന് വേണ്ടി കൽപ്പിച്ചിരുന്നതാണ് തൻ്റെ കുടുംബങ്ങളോട്. നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ആ നിസ്കാരം നമ്മുടെ വീട്ടിൽ പെർഫെക്റ്റായി നടക്കുന്നുണ്ടോ? പിന്നെ സഹോദരിമാരോട് പറയാനുള്ളത്, നിസ്കരിച്ചാൽ പോരാ, ഒരു സമയം വേണം. ശരിക്കും പറയുകയാണെങ്കിൽ ഈ പള്ളിക്കൊക്കെ ഉണ്ടാവും ഒരു സമയം. ളുഹർ ബാങ്ക് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞ് ജമാഅത്ത്, മഗ്രിബ് കഴിഞ്ഞാൽ ഉടൻ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതേപോലെ നിങ്ങൾക്കൊരു സമയം വേണം. എന്ത്? വീട്ടിൽ എപ്പോഴാണ് നിസ്കരിക്കണം? ഒരു ദിവസം ളുഹർ 12:45, പിറ്റത്തെ ളുഹർ 2:00, പിറ്റേ ളുഹർ 3:45. അത് പറ്റൂല, ഒരു സമയം വേണം. ഒരു വീടിന്റെ ചിട്ടയാണത്. എന്താ അങ്ങനെ ആക്കിയാൽ? ഒരു വീടിന്റെ ചിട്ട, ഒരു സമയം നിസ്കരിക്കാൻ വേണ്ടി വേണം. കാരണം നിസ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ നിങ്ങൾ? ഇന്നസ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. സമയം നിർണയിക്കപ്പെട്ട ഒരു കാര്യമാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ. അത് സമയത്ത് ചെയ്യണം. എന്തൊരു സന്തോഷം കിട്ടുന്ന നിങ്ങൾ ആ നിസ്കാരം സമയത്ത് നിർവഹിക്കാൻ പറ്റുകയാണെങ്കിൽ വലിയ സന്തോഷം, വലിയ ആഹ്ലാദവും കിട്ടും. അത് നിങ്ങൾ കൃത്യതയോട് കൂടെ സമയനിർണിതമായി ചെയ്യാം, പറ്റുന്ന പോലെ. അപ്പൊ ആ നിസ്കാരത്തിനൊരു ചിട്ട. അതേപോലെ വീട്ടിൽ വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഖുർആന്റെ പാരായണം. വിശുദ്ധ ഖുർആന്റെ പാരായണം അതൊക്കെ പടച്ചോൻ കൽപ്പിച്ചതാണ്. എന്താ സൂറത്തുൽ ബക്കറ വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അമ്പാനിമൂല പരിഭാഷ കാണാൻ പറ്റും. വൽബക്കറ ഓതുന്ന വീട്ടിൽ ശൈത്താൻ ഉണ്ടാവില്ല. എൻഫിറുന്നാണ്, പിശാച് അവിടുന്ന് വിറളി പിടിച്ച് ഓടുന്നവൻ. ഖുർആന്റെ പാരായണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഖുർആനിന്റെ ശബ്ദങ്ങൾ ഉയരാത്ത സ്ഥലം ഖബർ മാത്രമാണ്, ശ്മശാനങ്ങൾ മാത്രമാണ്. ബാക്കിയുള്ളടത്തൊക്കെ ഖുർആന്റെ ശബ്ദങ്ങൾ ഉണ്ടാവും. മനസ്സിലായില്ലേ? വിജനമായ സ്ഥലത്തെത്തിയിട്ട് ഭയപ്പെട്ട ഒരാളുടെ വിശ്വാസം പറഞ്ഞത്, നീ അവിടെ ഉറക്കെ ബാങ്ക് കൊടുത്ത് നമസ്കരിക്കുക എന്നാണ്. അല്ലേ? നമ്മൾ ഉറക്കെ ബാങ്ക് കൊടുക്കുന്നതും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതും വളരെ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടും. യാതൊരു സംശയം. നിങ്ങൾ ഖുർആൻ ഓതണം. ഇതൊക്കെ ഒരു വീട്ടിലൊരു ചിട്ടയും ഒരു ശീലം ഉണ്ടാക്കണം. പണ്ടൊക്കെ നമ്മൾ പിന്നെ മഗ്‌രിബ് ആയി കഴിഞ്ഞാൽ സ്കൂളത്ത് വായിക്കാൻ തുടങ്ങുന്ന മുന്നേ വാപ്പിയൊക്കെ പറയും, കുറച്ചു നേരം ഖുർആൻ ഓതിയിട്ട് തുടങ്ങാറ്. എന്ത് പരീക്ഷയാണെങ്കിലും ഒരു അരമണിക്കൂർ ഖുർആൻ ഓതിയിട്ട് മതി എന്ന് പറയും.
നമ്മൾ ആ ശീലം പോയോ സഹോദരിമാരെ? നമ്മളെ വീടിനൊരു ബർക്കത്തൊക്കെ കിട്ടണമെങ്കിൽ അതൊക്കെ വേണം, മനസ്സിലായി? ഖുർആൻ നമ്മൾ പാരായണം ചെയ്യണം. അതുകൊണ്ട് രാവിലെ വന്നാൽ എൻ്റെ സുഹൃത്തുക്കളോട്, സഹോദരങ്ങൾ, എനിക്ക് പറയാനുള്ളത്, കുറച്ച് നിങ്ങൾ ഖുർആൻ ഓതി. അപ്പോൾ പള്ളിക്കെന്ന് ഓതിയാലും കുഴപ്പമില്ല, പള്ളിക്കെന്ന് വീട്ടിൽ രാവിലെ ഖുർആൻ ഓതാതിരിക്കരുത്. കാരണം ഖുർആൻ ഓതുന്ന ദിവസത്തെ മനസ്സും ഓതാത്ത ദിവസത്തെ മനസ്സും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. അതിന് ഭയങ്കര സ്വാധീനമുണ്ട്. എനിക്ക് തോന്നുന്നത് ആ ഖുർആൻ ഓതുന്ന അന്ന് നമുക്കിനൊരു ഇസ്മത്ത്, അതായത് തെറ്റുകൾ ചെയ്യാതിരിക്കാനും തെറ്റുകളെ നിയന്ത്രിക്കാനൊക്കെ ഒരു മനസ്സ് കിട്ടുന്ന പോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് എന്താ പറയുക, ഖുർആൻ ശരിക്കും നമ്മൾ പാരായണം ചെയ്യണം വീട്ടിൽ നിന്ന്. നമ്മളെ കുട്ടികളും എല്ലാവരും അതിനൊരു വലിയ ബർക്കത്തും വലിയൊരു ഇതും വീട്ടിൽ നിന്ന് കിട്ടും. ആ ഓത്തിന് അത് നിങ്ങൾ എല്ലാ സമയത്തും നമ്മൾ ശ്രദ്ധിക്കണം. വീടുകളിൽ ആ ഖുർആന്റെ പാരായണം. അപ്പോൾ വീട്ടിൽ നമുക്കൊരു ചിട്ടയും വ്യവസ്ഥ ഉണ്ടാക്കണം. അതേപോലെ സഹോദരങ്ങളെ, നമ്മുടെ വീടിൽ ഉണ്ടായിരിക്കാൻ പാടില്ല ധൂർത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ധൂർത്ത്, അനാവശ്യമായി ഒന്നും നഷ്ടപ്പെടുത്തിപ്പെടണം. പ്രത്യേകിച്ച് ഈ വർഷക്കാലത്തൊക്കെ വെള്ളം എങ്ങനെയൊക്കെയാണ് ആൾക്കാർ ചെയ്യണ സഹോദരങ്ങളെ. വെള്ളം വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഉപയോഗിക്കണം, മനസ്സിലായില്ലേ? ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മൾ വീട്ടിലത്തെ ചായക്കും അതേപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളവും നമ്മൾ ഉപയോഗിക്കണം. ഒരു സാധാരണ വീട്ടിൽ ഒരു ബക്കറ്റ് വെള്ളമുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ അവർക്ക് കുടിയും മറ്റു കാര്യങ്ങളും കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉള്ള എല്ലാ വെള്ളം അതുകൊണ്ട് പരിഹരിക്കപ്പെടും. എന്നാൽ 1000-ന്റെയും 2000-ന്റെയും ടാങ്കിലുള്ള വെള്ളം നമ്മുടെ ഒരു 3-4 ആളുകളൊക്കെ ഒന്നായിട്ട് ഒഴുക്കി കളയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി പിന്നെ കുളിക്കാൻ ഉപയോഗിച്ച വെള്ളത്തെക്കാളും ഇന്ന് നമുക്ക് ഒളിവെടുക്കാൻ വെള്ളം വേണം. നമ്മൾ വെള്ളം സൂക്ഷിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞ വാക്കുകൾ നോക്കും. നിങ്ങൾ എന്തെടുക്കുകയാണെങ്കിലും അളന്നെടുക്കണം എന്നാണ്. നിങ്ങളെ വീട്ടിൽ ഒരു 25 ലിറ്റർ വെളിച്ചെണ്ണ ഇരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ പീടികയിൽ നിന്ന് വെളിച്ചെണ്ണ കൊണ്ടുവരുന്ന ഒരു 500-ന്റെ ചെറിയ കുപ്പിയിലേക്കോ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു വെച്ചിട്ട് നിങ്ങൾ തീരുമാനിക്കണം. ഒരു 500 വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഒരു 4 ദിവസം എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നടക്കും. ആ 4 ദിവസം നടന്നോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. അത് പിശുക്കാനല്ല, അളന്നേ ഉപയോഗിക്കാൻ പറ്റൂ. നബിന്റെ വാക്കാണ്, അളന്ന് ഉപയോഗിക്കണം എല്ലാം. നിങ്ങളുടെ വീട്ടിൽ വെള്ളം എത്ര ചെലവാകുന്നു ഒരു അളവ് മനസ്സിൽ വേണം. എണ്ണ എത്ര ഉപയോഗിക്കുന്നു മനസ്സിൽ വേണം. പഞ്ചസാര എത്ര ചെലവഴിക്കുന്നു, അരി എത്ര ചെലവഴിക്കുന്നു, നമ്മുടെ മനസ്സിലൊരു കണക്ക് വേണം. എല്ലാം ഇഷ്ടം പോലെ വാങ്ങുക, കുറേ കളയുക. കുട്ടികൾ കുറച്ച് പാത്രത്തിലെടുത്തു, എന്നും ആ കുട്ടിക്ക് ആവശ്യമില്ല നമുക്കറിയാം, അതിനപ്പുറത്ത് ഒരു വറ്റ് പോലും നിലത്ത് വീണാൽ അത് സഹോദരങ്ങളെ വൃത്തിയാക്കി കഴിക്കുന്ന ഒരു മഹത്തായ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പാരമ്പര്യമുള്ളവരുടെ വീട്ടിൽ വേസ്റ്റായി എത്ര സാധനങ്ങൾ പോകുന്നു എന്ന് ഞാനും നിങ്ങളും ഗൗരവപരമായി ആലോചിക്കണം, ചിന്തിക്കണം. ഒരു നല്ല ചിട്ടയും വ്യവസ്ഥയും ദീനനുസരിച്ച് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കാം. നല്ല സ്വഭാവങ്ങളും നല്ല പെരുമാറ്റങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ സഹോദരങ്ങളെ കുടുംബങ്ങളിൽ മാറ്റമുണ്ടാകും, വീടുകളിലും കുടുംബങ്ങളിലും സന്തോഷങ്ങൾ ഉണ്ടാകും. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കണം. പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയ സ്വീകാര്യതയുണ്ട്. ആ പ്രാർത്ഥന ഞാൻ എൻ്റെ വില മനസ്സിലാക്കിയപ്പോഴേ നമ്മളെ പഴയ കാലത്ത് ഡി അഡിഷൻ ക്യാമ്പ് ഉണ്ടായിട്ട് ഓരോരുത്തർ അതിന് കള്ളുടെയൊക്കെ നിർത്തി പുറത്തു വരുമ്പോൾ അവരോട് പറയും പല കാരണങ്ങളും, ഇന്ന ആളിനെ കൂട്ടിക്കൊടുന്നത് കൊണ്ടാണ് ഞാനിവിടെ എത്തിയത്, അതുകൊണ്ട് എനിക്ക് മാറ്റേണ്ടായത് എന്നൊക്കെ പറയാം. അപ്പോൾ ഒരാൾ പറയാണ്, ഞാൻ മാറ്റേണ്ടാകാൻ കാരണം എൻ്റെ വാപ്പ നല്ലോണം ദുഴന്നിട്ടുണ്ടാവും ഞാൻ നേരാകാൻ, ആ വാപ്പൻ്റെ ദുഴ ആയിരിക്കും എന്നെ മാറ്റാൻ കാരണം എന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് വലിയ ഉത്തരം കിട്ടും. പ്രത്യേകിച്ച് വാപ്പ മകന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് എന്തായാലും ഉത്തരം കിട്ടുന്ന വേണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തിൻ്റെ സമൃദ്ധിക്കും സന്തോഷത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാത്തിന ഖുർറത അയുൻ. എന്താ പടച്ചൻ ചോദിക്കാൻ പറഞ്ഞത്? എൻ്റെ മക്കളെ കൊണ്ട് എൻ്റെ ഇണകളെ കൊണ്ട് എനിക്ക് കൺകുളിർമ കൊണ്ടാണ്. ഒക്കെ കാണും, എൻ്റെ ഭാര്യയാണല്ലോ ഇവളെന്ന് ആലോചിക്കുമ്പോൾ മനസ്സിക്കൊരു സന്തോഷം. അതന്നെ, എൻ്റെ മക്കളാണല്ലോ ഇത്, മനസ്സിക്കൊരു സന്തോഷം. വേറുള്ളവരെ മുമ്പിൽ നമ്മുടെ മക്കളെ കാണുമ്പോൾ ഒരു സന്തോഷവും ഒരു ആഹ്ലാദവും നമുക്കുണ്ടാവണം. നമ്മുടെ ജീവിതത്തിലെ അധ്വാനങ്ങളെല്ലാം ആലോചിക്കുമ്പോൾ ഒരു സമാധാനവും സന്തോഷം നമുക്ക് കിട്ടുക. നമ്മുടെ സഹോദരങ്ങളെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഈ കുടുംബ സംഗമങ്ങളും വിജ്ഞാനവേദികളും നമ്മൾ തുടർന്നു കൊണ്ടുപോകണം. അതിലൊക്കെ എന്തെങ്കിലും തളർച്ച വരുമ്പോൾ നിങ്ങൾ ഇടപെട്ട് ചോദിച്ച് അതിനെ ശക്തിമത്തായി കൊണ്ടുപോകണം. പല പ്രദേശങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ തങ്ങളുടെ നാടുകളിൽ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി കുടുംബയോഗങ്ങളും പരിപാടികളും വെച്ച് നമ്മുടെ തൗഹീദിൻ്റെ പ്രബോധനത്തിൻ്റെ കൂട്ടായ്മയിൽ നമ്മളൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോകണം. അള്ളാഹു ഈ ദീനിനെ വിജയിപ്പിക്കുവാനും ദീനിനെ സഹായിക്കുവാനും അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുവാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നാഥ, ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. നാഥ, നിന്റെ വിശാലമായ സ്വർഗത്തിൽ ഞങ്ങളെ എല്ലാവരെയും അള്ളാഹു നീ പ്രവേശിപ്പിക്കണമേ. രോഗങ്ങളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് രോഗശമനം നീ പ്രദാനം ചെയ്യണമേ. നാഥ, ഞങ്ങൾ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെയും കബറുകളെ നീ വിശാലമായി കൊടുക്കണമേ രക്ഷിതാവേ. ഞങ്ങൾക്ക് വിജ്ഞാനത്തെ വർദ്ധിപ്പിച്ചു തരണമേ. നാഥ, ഞങ്ങളുടെ മനസ്സുകളെ നീ ഒന്നിപ്പിക്കണമേ രക്ഷിതാവേ. അല്ലാഹുമ്മ ഗ്ഫിർ ലി മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ
ഇന്നഹാ സാഅത്ത് മുസ്തഖറ മുഖാമ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു